بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا. فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا. ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا. إن أحسنتم أحسنتم لأنفسكم وإن أسأتم فلها. فإذا جاء وعد الآخرة ليسوءوا وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا. عسى ربكم أن يرحمكم وإن عدتم عدنا وجعلنا جهنم للكافرين حصيرا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. لم تقترن بزمان وهي تخبرنا عن المعاد وعن عاد وعن إرم. دامت لدينا ففاقت كل معجزتي من النبيين إذ جاءت ولم تدمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിവന്യരായ ഉസ്താദുമാരെ, നേതാക്കളെ, കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ എല്ലാം വിശദീകരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് തന്നെ അതിൻ്റെ മുഖ്യ വിഷയങ്ങളിൽ ഒന്നാണ് ചരിത്രങ്ങൾ വിശദീകരിക്കുക, പഠിപ്പിക്കുക എന്നത്.
പൂർവകാല സമുദായങ്ങളുടെ ജീർണതകളും കുഴപ്പങ്ങളും അവർക്ക് ലഭിച്ച മോചനത്തിൻ്റെ മാർഗങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം അത്തരം സാഹചര്യങ്ങൾ ഇനിയും സൃഷ്ടിക്കപ്പെട്ടേക്കാം. അപ്പോൾ നാം സ്വീകരിക്കേണ്ട കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ട അല്ലാഹുവിൻ്റെ നിയമങ്ങൾ ഏതെല്ലാം വിഷയങ്ങളാണോ മുൻഗാമികൾക്ക് അപജയം സംഭവിക്കാൻ കാരണമായത് അത് വരാതെ സൂക്ഷിക്കാനാണ് അവരിൽ നിന്നത് സംഭവിച്ചതും അതിൻ്റെ ശിക്ഷാ കാര്യങ്ങളുമൊക്കെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഈ ഓതിവെച്ച 5 ആയത്തുകളിലൂടെ ബനൂ ഇസ്രായീൽ എന്ന വലിയ ഒരു വിഭാഗത്തിൻ്റെ വലിയ ചരിത്ര സത്യങ്ങൾ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പണ്ഡിതന്മാർ വിവിധ രൂപങ്ങളിൽ ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടു പക്ഷം അവിടെയും പണ്ഡിതർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടും ശരിയാണ് എന്നതിന് മതിയായ തെളിവുകളും അവർ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻകാല സമുദായങ്ങളിൽ ബനൂ ഇസ്രായീലരുടെ ചരിത്രം വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച സംഭവങ്ങളാണ്. അത്രയും കൂടുതൽ നബിമാർ വന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ കഴിയില്ല. നബിമാരോട് ക്രൂരമായ രീതിയിൽ വർത്തിച്ചതുകൊണ്ട് ഇന്നും അവരുടെ താവടിയായി പ്രവർത്തിക്കുന്ന വിഭാഗത്തിന് അപജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സൗകര്യങ്ങളും സംവിധാനങ്ങളിലും ഉണ്ടെങ്കിലും അവർക്കുള്ള പേടി എന്നും വിട്ടുമാറിയിട്ടില്ല. യഹൂദികൾ എന്ന് പറയുന്ന വിഭാഗം പഴയകാല നബിമാരുടെ അധ്യാപനങ്ങൾ അവരുടെ കാലഘട്ടങ്ങളിൽ സ്വീകരിക്കുകയും ചിലതൊക്കെ തള്ളുകയും ചെയ്ത് കാലശേഷം നയങ്ങൾ മുഴുവനും തിരുത്തുകയും സ്വന്തം ഇഷ്ടങ്ങൾ അവിടെ തുന്നിച്ചേർക്കുകയും ചെയ്ത വലിയൊരു വിഭാഗമാണ്. അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ളുരിബത് അലൈഹിമുദ്ദില്ലതു ഐനമാ തുഖിഫൂ. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ശരി, അവർക്കെപ്പോഴും അപമാനം നൽകപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും പരാജയമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന ഭീതിയാണ്. ഇന്നും നാം ഓരോരുത്തരും വാർത്താ മാധ്യമങ്ങളിലൂടെ വായിച്ചു ശ്രവിച്ചു ഒരു ഫലസ്തീൻകാരനെ വെടിവെച്ചു കൊന്ന സംഭവം.
എല്ലാ തരം കഴിവും ഉള്ള പോലീസുകാർ കാരണം പറഞ്ഞത് ഞങ്ങളെ വെടിവെക്കാൻ തോക്ക് ചൂണ്ടി എന്നതാണ്. അത് ഇന്ന് മാത്രം പറയുന്ന കാരണമൊന്നുമല്ല, കുറേ കാലങ്ങളായി അങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. തീരെ ആയുധങ്ങൾ കാണാത്തവരെ പറ്റിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ കുരുന്നുകൾ വളർന്നു വരുന്നതിലുള്ള വിഷമവും ഭയപ്പാടുമാണ് അവരെ പിടികൂടിയിരിക്കുന്നത്. അന്തസ് അവർക്കില്ല. ളുരിബത്ത് അലൈഹിമുദ് ദില്ലത്തു ഐനമാ തുഖിഫു. അതുകൊണ്ടാണ് പരാജയ ഭീതി മൂലം ഇപ്പോഴും പോയി നോക്കിയാൽ ഇസ്രായേലിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ ഓരോ ഇസ്രായേൽക്കാരന്റെയും വീട്ടുമുറ്റത്ത് കാവലിന് ആളുകളുണ്ട്. രാവും പകലും ഫലസ്തീനികളുടെ വീട്ടുമുറ്റത്ത് ആരാണുള്ളത്? അവരുടെ രാഷ്ട്രം മുഴുവനായും തുടച്ചു നീക്കാനുള്ള കുൽസിത ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്ന വലിയ നാശങ്ങൾ അവരുടെ പിതാമഹന്മാരിൽ നിന്ന് ഭൂമിയിൽ സംഭവിച്ച വലിയ നാശങ്ങളാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് വരാം. ഓതിയ ആയത്തുകളൊന്ന് ചെറിയ രൂപത്തിലൊന്ന് തഫ്സീർ പറഞ്ഞ ശേഷം വഖളൈനാ ഇലാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിലേക്ക് നാം തീരുമാനമറിയിച്ചു. അള്ളാഹുവിന്റെ തീരുമാനമാണ്. മാറ്റത്തിരുത്തലുകൾക്കൊരിക്കലും അത് വിധേയമാവുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറഞ്ഞിടത്ത് തന്നെ ഖുർആൻ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ വിശദീകരിച്ചു. അതിന് മാറ്റല്ല. കാരണം വിധിക്കുന്ന ആള് ഖാളി അള്ളാഹുവാണ്. തർക്കമുള്ള ആളുകൾക്കിടയിൽ ആണല്ലോ വിധി പറയേണ്ടത്. വിധി പറയുന്ന ആൾക്ക് എപ്പോഴും സാക്ഷിയും തെളിവും സത്യവും അതുപോലെ തന്നെ അന്വേഷണ റിപ്പോർട്ടും പലതും വേണ്ടിവരും. എല്ലാം അറിയുന്ന അള്ളാഹുവിന് വിധി പറയാൻ എളുപ്പമാണ്. യാതൊരു പ്രതിസന്ധിയും പ്രയാസവുമില്ല. ബനു ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികൾ. ഇസ്രായേൽ എന്നത് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു നബിയുടെ മറ്റൊരു പേരാണ്. നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം, അവർക്കുള്ള വേറൊരു പേരാണ് ഇസ്രായേൽ. ഇന്ന് നാം കേൾക്കുന്ന ഇസ്രായേൽ അല്ല, ഇത് ഇസ്രായേൽ. അതൊരു രാഷ്ട്രമാണ്. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അടിമ എന്നാണ്. ഇസ്രായേൽ, ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദു എന്നാണ് അർത്ഥം. അപ്പൊ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതികൾ എന്നായി. അവിടുന്ന് അങ്ങോട്ട് വന്ന ഒരുപാട് സന്തതികൾ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ രണ്ട് വഴികളിലൂടെയാണ് നബിമാര് വന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം വഴിയിലൂടെ, മറ്റൊന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വഴിയിലൂടെ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ വന്ന നബിമാർ ഒന്നും രണ്ടും ആളുകളല്ല, ധാരാളം നബിമാരുണ്ട്. ആ നബിമാർ, അവരുടെ മക്കൾ മൊത്തം ഖുർആൻ ബനു ഇസ്രായേൽ എന്ന് പറയും. ഒരു വലിയ സമൂഹമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായേൽ. എന്റെ ഉമ്മത്തിലെ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ
ബനൂ ഇസ്രായേലിലെ നബിമാരെ പോലെയാണ്. അതിന്റെ ഒരു വിവക്ഷ ആധിക്യമാണ്. ഏറ്റവും കൂടുതൽ നബിമാർ ആ കുടുംബത്തിൽ ആ താവഴിയിൽ വന്നതുപോലെ അത്രയും വലിയ സമുന്നതരായ ഉലമാ എന്റെ ഉമ്മത്തിൽ വരാനുണ്ട്. മറ്റു വേറെ വിവക്ഷകളുമൊക്കെയുണ്ട്. ഫിൽ കിതാബി, അവരുടെ കിതാബിൽ, വേദഗ്രന്ഥത്തിൽ, തൗറയിൽ നാം അവർക്കൊരു തീരുമാനം അറിയിച്ചു. ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, 2 തവണ നിങ്ങൾ ഭൂമിയിൽ, ഏത് ഭൂമി? ആ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്റിൽ 2 പ്രാവശ്യം നിങ്ങൾ നാശം വിതക്കും. ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, ഭൂമിയിൽ 2 പ്രാവശ്യം നിങ്ങൾ നാശമുണ്ടാക്കും. വലതഅലുന്ന ഉലുവൻ കബീറ, നിങ്ങൾ ആ ഭൂമിയിൽ വലിയ അഹന്തയും അഹംഭാവവും നടിക്കും. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലെ ഒരാളും ഇല്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ വിരാജിക്കും. അനുകൂലമായിട്ടല്ല, ഇത് പ്രതികൂലമായിട്ട്. ആ 2 നാശവും വരാനുണ്ട് എന്ന് മുന്നറിയിപ്പ് അല്ലാഹു തആല നൽകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കണം എന്നാണ് ഈ വിവരം കിട്ടുന്ന ആൾ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ വരാനിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നവരാണ്. അത് വരുമെന്നത് തീർച്ചയാണ്. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന അത് വരുമെന്നത് ഉറപ്പാണ്. അവന്റെ വിഷയങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കാവൽ ചോദിക്കുന്നതും നമ്മളും നമ്മളോട് ബന്ധപ്പെട്ട ആളുകളൊന്നും അവന്റെ ഫിത്നയിൽ കുടുങ്ങാതിരിക്കാനാണ്, അവന്റെ അടയാളങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല പറയുന്നു, ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, 2 പ്രാവശ്യം നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. ഫഇദാ ജാഅ വഅദു ഊലാഹുമാ, ആ 2ൽ ഒന്നാമത്തേതിന്റെ സന്ദർഭം വന്നു കഴിഞ്ഞാൽ, ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ, നിങ്ങളിലേക്ക് നാം അയക്കും, നിങ്ങളുടെ മേൽ നാം അയക്കും നമ്മുടെ ചില അടിമകളെ നാം അയക്കും. ഉലീ ബഅസിൻ ശദീദ്, അവർ ചില്ലറക്കാരല്ല, നല്ല ശക്തിയും പ്രതിരോധവും ഉള്ളവരാണ്. പെട്ടെന്ന് അവരെ എതിർക്കാനും തുരത്താനും കഴിയില്ല. നല്ല പ്രതിരോധമുള്ള, നല്ല കഴിവുള്ള, എന്തിനും നേരിടാൻ കഴിയുന്ന ശക്തന്മാരെ നാം അയക്കും. ഫജാസൂ ഖിലാല ദിയാർ, ഭവനങ്ങൾക്കിടയിലൂടെ അവർ തിരഞ്ഞു നടക്കും. ഭവനങ്ങൾക്കിടയിലൂടെ തിരഞ്ഞു നടക്കും. എന്നിട്ട് ആ നാശം ഉണ്ടാക്കുന്നതിന് കാരണങ്ങൾ ഒരുക്കും. വകാന വഅദൻ മഫ്ഊല, ഇത് പ്രാവർത്തികമാക്കപ്പെടുന്ന ഒരു വാഗ്ദാനമാണ്, വെറും വാക്കല്ല. സുമ്മ റദദ്നാ ലക്കുമുൽ കർറത അലൈഹിം, അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് അവരുടെ മേൽ വിജയിക്കാൻ പറ്റുന്ന സന്ദർഭം നാം നിങ്ങൾക്ക് തരും. ഒരു പരിവർത്തനം, ഇങ്ങനൊക്കെ ഒരു ശിക്ഷ അതിശക്തിയുള്ള ആളുകൾ വന്ന് നിങ്ങളെ മേൽ ആക്രമണം നടത്തിയാലും അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ്. നിങ്ങൾ ഒന്നുകൂടി നന്നാകട്ടെ, നല്ല നിലയ്ക്ക് ചിന്തിക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ല അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചു തരും. ആർക്ക്? ബനു ഇസ്രായേൽ. സുമ്മ റദദ്നാ ലക്കുമുൽ കർറത അലൈഹിം, അവരുടെ മേൽ ആധിപത്യവും വിജയവും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് നാം മടക്കിത്തരും. അതോടൊപ്പം വഅംദദ്നാകും ബിഅംവാലിൻ വബനീൻ, ധാരാളം സമ്പത്തും സന്താനങ്ങളും തന്ന് നിങ്ങളെ നാം സഹായിക്കും. വജഅൽനാകും അക്സറ നഫീറ,
കൂടുതൽ അംഗബലമുള്ളവരാക്കി നിങ്ങളെ നാം മാറ്റും. ആളുകൾ കുറഞ്ഞുപോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരൂല. എന്നിട്ട് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ഉപദേശം, ഇൻ അഹ്സൻതും, നിങ്ങൾക്കിതൊക്കെ നമ്മൾ തന്നിട്ട് നിങ്ങൾ ആ ഫസാദിൽ നിന്ന് മാറി ചിന്തിച്ചോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് മേൽ ആധിപത്യം ചെലുത്തിയ ദുശക്തികളോട് വിജയിക്കാനുള്ള കരുത്തൊക്കെ തന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസിക്കും, നിങ്ങൾ നല്ലോണം ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്കു തന്നെയാണ്. വൈൻ അസഅ്തും ഫലഹാ, അല്ല നിങ്ങൾ ദുർമാർഗികളാവുകയാണെങ്കിൽ അതിന്റെ വിപത്തും നിങ്ങളുടെ ശരീരത്തിന് തന്നെയാണ്. ഫഇദാ ജാഅ വഅദുൽ ആഖിറതി ലിയസൂഉ വജൂഹകും, അവസാനത്തെ അഥവാ രണ്ടാമത്തെ വാഗ്ദത്തം വന്നാൽ, രണ്ടാമത്തെ ഫസാദ്, നിങ്ങളുടെ മുഖം കെടുത്താൻ വേണ്ടി, അവർ നിങ്ങളെ മാനക്കേടിലാക്കാൻ വേണ്ടി, വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലു, പള്ളിയിൽ, പരിശുദ്ധമായ പള്ളിയിൽ, ബൈത്തുൽ മഖ്ദിസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിൽ അവര് നേരത്തെ പ്രവേശിച്ചതുപോലെ പ്രവേശിക്കാൻ വേണ്ടി, വലിയുതബ്ബിറു മാ അലൗ തത്ബീറ, അതുപോലെ നേരത്തെ നശിപ്പിച്ചതുപോലെ പുരോഗതികളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, പൂർണ്ണമായും നശിപ്പിക്കാൻ വേണ്ടി അവരങ്ങനെ രണ്ടാമതും ഇനിയും ഫസാദ് ഉണ്ടാകുന്ന സമയത്ത് ഇരച്ചു കയറും. അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഫസാദിന്റെ സമയത്തും അങ്ങനെ വരും. അസാ റബ്ബുക്കും അൻ യർഹമക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്തേക്കാം. വൈൻ ഉദ്തും ഉദ്ന, അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് ഇനിയും മടങ്ങിപ്പോവുകയാണെങ്കിൽ, ഈ രണ്ടിൽ നിർത്തുന്നില്ല, ഇനിയും നിങ്ങൾക്ക് പുരോഗതിയൊക്കെ തന്ന് നല്ല നിലക്കായിക്കോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാം നിങ്ങൾക്ക് റെഡിയാക്കി തന്ന് ഇനിയും നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഉദ്ന, നമ്മുടെ ശിക്ഷ നമ്മളും ആവർത്തിക്കും. വജഅൽനാ ജഹന്നമ ലിൽ കാഫിരീന ഹസീറ, ജഹന്നം സത്യനിഷേധികൾക്കുള്ള തടവറയാക്കി നാം സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധമാണ് നരകത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. ഇവിടെ രണ്ട് രൂപത്തിൽ ഇതിന്റെ വിശദീകരണങ്ങൾ വിശദീകരിച്ച മഹാന്മാരുണ്ട്. നീണ്ട ചർച്ചയാണ്, ഞാൻ ചുരുക്കി പറയാം. ബനി ഇസ്രായീൽ, അവരോട് അല്ലാഹു തആല പറയുന്നത്, ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ, ഭൂമിയിൽ നിങ്ങൾ 2 തവണ കുഴപ്പമുണ്ടാക്കുന്നു. ആകെ ബനു ഇസ്രായേൽക്കാർ 2 തവണ കുഴപ്പമുണ്ടാക്കിയെന്നല്ല, അവര് കുഴപ്പമുണ്ടാക്കിയത് എണ്ണയാണെങ്കിൽ തീരൂല, അത്രയും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കുഴപ്പങ്ങൾ. ഈ 2 കുഴപ്പങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് അതിന്റെ ഗൗരവവും അതിന്റെ വിഷയവും പ്രത്യേകം പഠിപ്പിക്കാനാണ്. ഇത് വിവിധ വിഷയങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കുറെ ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു 2 ഫസാദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ മഹത്വമുള്ള 2 നബിമാരുടെ കൊലപാതകങ്ങളാണ്. ഒരുപാട് നബിമാരെ കൊന്ന കൂട്ടരാണ് ബനു ഇസ്രായേൽ. അല്ലാഹു തആല കൊടുത്ത നിഅമത്തൊന്നും അപ്പോൾ അവരുടെ കയ്യിലുണ്ടാവില്ല. അവരുദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചരിത്രം വിശദീകരിക്കാം. എങ്ങനെയാണോ കൊല്ലേണ്ടത് അങ്ങനെ കൊല്ലും. അപ്പൊ ഇതുവരെ അവരുടെ വാദമൊന്നും അവരുടെ തലയിലുണ്ടാവൂല. ചിലപ്പോഴൊക്കെ നല്ല വാദ് കേട്ട് ഉടനെ ആയിരിക്കും കൊല്ലുന്നത്, അങ്ങനെയും വരും. ഇപ്പൊ ഇവര് ഫസാദ് ഉണ്ടാക്കിയത്, ഒരുപാട് ഫസാദ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ഫസാദാണ് ഉണ്ടാക്കിയത്? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരെ രക്ഷപ്പെടുത്തി, ഫിർഔനിന്റെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി, സമുദ്രം കടന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ പശുക്കുട്ടിയെ ആരാധിച്ചിരിക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഇവർക്കൊക്കെ കണ്ടില്ല കുറെ ഇലാഹുകൾ, ഞങ്ങൾക്കും വേണം ഇലാഹ്. വലിയ അനുഗ്രഹം അല്ലാഹു തആല കൊടുത്ത് ആ അനുഗ്രഹം എത്ര പെട്ടെന്നാണ് അവർ മറന്നത്.
ഇതൊരു കുഴപ്പത്തിന്റെ തുടക്കമായിരുന്നു അവരാ ചോദിച്ച ചോദ്യം. അതിനു പുറമെ നബിമാരെ വധിച്ചു എന്നതിന് പുറമെ തൗറയിലുള്ള കാര്യങ്ങൾ എത്ര മാറ്റിമറിച്ചു. തൗറാത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വനസൂ ഹല്ലം മിമ്മാ ദുക്കിറൂ ബി. അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട നല്ലൊരു ശതമാനം വിഷയങ്ങൾ അവര് മറന്നു കളഞ്ഞു. മറന്നു എന്ന് പറഞ്ഞാൽ മറക്കാൻ തീരുമാനിച്ചു. എന്നാ മറക്കാതെ വിട്ടത് അവരത് അങ്ങനെ ഒരു ഭാഗത്ത് കടന്നോട്ടെ എന്നെഴുതിയിട്ട് ഒന്നും ചെയ്യാതെ വിട്ടോ? ഇല്ല, അത് മാറ്റിമറിക്കുകയും ചെയ്തു. അവർക്ക് പറ്റാത്തത് അവർ തിരുത്തി. വേറെ കുറെ കാര്യങ്ങൾ അവർ മറന്നു. സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു, ഹാദാ മിൻ ഇൻദില്ലാ. ജനങ്ങളോട് പറയാണ്, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അവര് തന്നെ എഴുതി ഉണ്ടാക്കിയ ചില അഭിപ്രായങ്ങൾ അത് വിതരണം ചെയ്യുമ്പോൾ അവർ പറയും, ഹാദാ മിൻ ഇൻദില്ലാ, ഇത് ഞങ്ങൾ ആരുണ്ടാക്കിയ നിയമമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. എത്ര വലിയ ഫസാദാണിത്! അങ്ങനെ തുടങ്ങി എണ്ണുകയാണെങ്കിൽ ധാരാളം ഉണ്ട്. അപ്പോ ഒരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത്, ഈ രണ്ട് ഫസാദ് എന്നിവിടെ പറഞ്ഞത്, ബനൂ ഇസ്രായേലിൽ 2 തവണ ഫസാദ് ഉണ്ടാകും എന്ന് പറഞ്ഞത് 1 നടന്നിട്ടുണ്ട്. കുഴപ്പം 1 നടന്നു, അതിൽ നിന്ന് മോചനവും കിട്ടി. ഇനി 2ാമത്തെ വിഷയത്തിലേക്ക് ജനങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഇതൊരു പ്രവചനം പോലെയായി. 2 നടന്നിട്ടില്ല. ഒരു പക്ഷം പണ്ഡിതന്മാരും 2 നടന്നു, കഴിഞ്ഞ കാലത്ത് നടന്നു. അത് 2 മഹാന്മാരായ അമ്പിയാക്കളുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ വിശദീകരിച്ചിട്ട് വേറൊരു പറ്റം ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്, തെളിവ് സഹിത പറയുന്നു, ഈ പറഞ്ഞ 1ാമത്തെ ഫിത്ന, 1ാമത്തെ ഫസാദ് എന്ന് പറയുന്നത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിൽ സംശയിച്ചു, അവിടുത്തെ ഗുണഗണങ്ങൾ മറച്ചുവെച്ചു, തങ്ങളെ എതിർക്കാൻ വേണ്ടി ശ്രമം നടത്തി. കാരണം അതിനവർ തെളിവ് പറയുന്നുണ്ട്. എന്താ തെളിവ് പറയുന്നത്? ഈ ആയത്തിൽ നിന്ന് തന്നെ എടുത്ത് തെളിവ് പറയുന്നുണ്ട്. ഫൈദാ ജാഅ വഅദു ഊലാഹുമാ, 2 ഫസാദിൽ നിന്ന് 1ാമത്തത് വന്നാൽ, ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ ഉലീ ബഅസിൻ ശദീദ്. ഒരു തെളിവ് അവിടെയാണ്. അവർ നിങ്ങൾക്കുമേൽ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയാൽ ബനൂ ഇസ്രായേൽക്കാരെ നിങ്ങൾക്കുമേൽ നാം അയക്കും. ബനൂ ഇസ്രായേലിയരുടെ പാരമ്പര്യമുള്ള പഴയ തൗറാത്തിന്റെ അറിവുകളൊക്കെ ഉള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോഴും ഉണ്ട്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മദീനയിലും അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ തൗറാത്തിന്റെ അനന്തരാവകാശികളാണ് എന്ന് അല്ലറ ചില്ലറ ഇൽമുകളൊക്കെ ഉള്ള ആളുകൾ എന്തെങ്കിലും ഒരു സംഘട്ടനത്തിന്, അവർക്ക് വിയോജിപ്പുള്ള ഏതെങ്കിലും ഒരു ഗോത്രത്തോട് സംഘട്ടനത്തിന് പോയാൽ എന്താണ് അവർ ദ്വാരക്കുക? അല്ലാഹുമ്മ അൻസുർനാ ബിൻ നബിയിൽ മബ്ഊസ് ഫി ആഖിരിസ് സമാൻ. അല്ലാഹുവേ, അവസാന കാലത്ത് നിയുക്തനാക്കപ്പെടുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് ദ്വാരക്കും. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു എടുത്തു പറഞ്ഞു 89-ാം സൂക്തത്തിൽ, ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി വകാനൂ യസ്തഫ്തിഹൂന. നേരത്തെ അവർ നബി തങ്ങളെ കൊണ്ട് സഹായം ചോദിച്ചിരുന്നു, സഹായം കിട്ടും ചെയ്തിരുന്നു. അതല്ലേ രസം. യുദ്ധത്തിന് പോകുമ്പോ അവർക്ക് എതിരുള്ള ആളുകളോട് യുദ്ധത്തിന് പോകുമ്പോ അവർ ദ്വാരക്കുന്നത്, പടച്ചോനെ, ഞങ്ങൾ കാണാത്ത വരാനിരിക്കുന്ന ഒരു നബിയുണ്ട്, ആ നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. എന്നിട്ട് ആ നബിയുടെ ഗുണവിശേഷണങ്ങളൊക്കെ പറയും. തങ്ങൾ അങ്ങ് വന്നപ്പോഴോ, ഫലമ്മാ ജാഅഹും, അവർക്ക് സംജാതമായപ്പോൾ, മാ അറഫു, അല്ലാഹു തആല പറയുന്നു, നോക്ക്, ശരിക്കും അവർ തിരിച്ചറിയുന്ന ആ മഹത്വമുള്ള നേതാവ്. ഫലമ്മാ ജാഅഹും മാ അറഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ സന്ദേശം, ഗുണഗണങ്ങൾ അവരിലേക്ക് അങ്ങ് വന്നപ്പോ, കഫറൂ ബിഹി, പാടെ നിഷേധിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങൾ പാടി പറഞ്ഞ നബി ഇതല്ല, അത് വേറെ നബിയാണ്. നിഷേധിച്ചു. മദീനയിലെത്തിയപ്പോ അങ്ങനെ നിഷേധിച്ച ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊക്കെ നല്ല സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ബനു നളീർ.
യഹൂദികൾപ്പെട്ടൊരു വിഭാഗമാണ്. വേറൊരു വിഭാഗം ബനു ഖൈനുഖാ, വേറൊരു വിഭാഗം ബനു ഖുറൈള. ഇവരൊക്കെ ഉടമ്പടി ലംഘിച്ചവരാണ്. തുടക്കത്തെ ഉടമ്പടി ലംഘനം എപ്പോഴാണ് ഉണ്ടായതെന്നറിയോ? ബദറിൽ നിന്ന് വിശ്വാസികൾ നല്ല വിജയത്തോടെ മദീനയിലേക്ക് വന്നപ്പോ ബനു നദീർകാര് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന അതേ നബിയാണ് ഈ നബി. അങ്ങനെ വിജയിച്ചല്ലോ. നല്ല വിജയം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം സഹായമല്ലേ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും കൊടുത്തത്. അതുകൊണ്ട് ഈ നബി ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ നബിയാണ്. നബി തങ്ങളെ ഉജ്ജ്വലമായവർ സ്വീകരിച്ചു, ധാരാളം പ്രശംസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉഹദ് ഉണ്ടായി. ഉഹദിന്റെ തുടക്കത്തിൽ ചെറിയ ഒരു പരാജയമെന്ന് തോന്നിക്കാവുന്ന രീതിയിൽ ചെറിയ സംഭവങ്ങൾ ഉണ്ടായി. ലാസ്റ്റ് നല്ല വിജയം ഉണ്ടായി. അത് കഴിഞ്ഞു വന്നപ്പോ അവരുടെ നയം അവർ തിരുത്തി. ബനു നദീർകാര് പറഞ്ഞു, നബിയാണോ എന്നുള്ള ചെറിയ സംശയമുണ്ട്. കാരണം ജയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവര് പതുക്കെ 40 അംഗ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ മക്കയിലേക്ക് പുറപ്പെട്ടു. തങ്ങളറിയും, തങ്ങളോട് പറഞ്ഞിട്ടില്ല, പുറപ്പെട്ടു. എന്തിന്? അബൂ സുഫിയാനുമായിട്ട് രഹസ്യ കരാറുണ്ടാക്കണം. നബി തങ്ങളെ പതുക്കെ മദീനത്തു നിന്ന് ഓടിക്കണം, സ്വഹാബത്തിനൊന്ന് ഓടിക്കണം. എന്നിട്ട് കാബന്റെ പരിസരത്ത് വെച്ച് ഈ തീരുമാനങ്ങളും മറ്റൊക്കെ പറഞ്ഞുണ്ടാക്കി വന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു. എന്തായിരുന്നു അവരോടുള്ള കരാറ്? അവർ നബി തങ്ങളോടുള്ള കരാറ്, ഒരിക്കലും നിങ്ങളുമായ ശത്രുതക്കൊരു കക്ഷികളോടും നമ്മൾ കൂട്ടം ചേരൂല. നിങ്ങൾ ഈ വന്ന ആളുകളെ ഒരിക്കലും നമ്മൾ ശല്യം ചെയ്യൂല. ജീവിതത്തിന് ഒരു തകരാറും ഏൽപ്പിക്കൂല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏൽപ്പിച്ച ഈ കരാറ് ആദ്യം പൊളിച്ചു കളഞ്ഞത് ബനു നദീർകാരാണ്. അപ്പൊ അല്ലാഹു തആല ഏത് സൈന്യത്തെയാണ് അയച്ചത്? നല്ല ശക്തന്മാരായ ആളുകളെ. ഇബാദല്ലന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബാണ്. അത് കാരണം മദീനയിൽ നിന്ന് ആദ്യം തുരത്തപ്പെട്ട വിഭാഗമാണ് ബനു നദീർ ഗോത്രക്കാർ. അവരോട് തൽക്കാലം ഖൈബറിലേക്ക് നീങ്ങാൻ പറഞ്ഞു. കാരണം നിങ്ങൾ ഇവിടെ നിന്നാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ നിൽക്കും. കരാറുകളൊക്കെ നിങ്ങൾ എന്താക്കി? നേരത്തെ കരാറൊക്കെ ചെയ്ത് പിന്നെ ഓരോന്നും നിങ്ങൾ പൊളിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഫസാദിന്റെ കൂട്ടത്തിൽ ഒന്നാമതായി ബനൂ ഇസ്രായേലിൽ ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കരാറൊക്കെ അവർ പൊളിച്ചു. എന്നിട്ട് അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അതിനെ എതിരേൽക്കാൻ അല്ലാഹു തആല ബഅസ്നാ അലൈക്കും ഇബാദല്ലന, ഇത് ഇങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് മാറ്റമുണ്ട്, വിഭിന്നമായിട്ടാണ്. നമ്മുടെ അടിമകൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് ഇത് മുഅ്മിനീങ്ങളെ പറ്റിയാണ്, സത്യനിഷേധികളെ പറ്റിയല്ല. ഇബാദ് എല്ലാരെ പറ്റിയും പറയാറില്ലേ? തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇബാദ് എന്ന് മുഅ്മിനീങ്ങളെ പറ്റി മാത്രമാണോ പറഞ്ഞത്? അല്ലാത്തവരെ പറ്റിയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവര് പറയുന്നത് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞത് അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ അടിമകളാണ്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകൾ എന്നൊക്കെ അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ ഇബാദല്ലന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മുഅ്മിനീങ്ങൾ അഥവാ സ്വഹാബത്ത്, അവരെ അല്ലാഹു തആല ഇവർക്ക് എതിരിടാൻ വേണ്ടി അയക്കുകയും ഇവരുടെ ശല്യം ആദ്യഘട്ടത്തിൽ അവരെ കൊണ്ട് ഒതുക്കി നിർത്തുകയും ചെയ്തു. അങ്ങനെ മസ്ജിദുൽ അഖ്സയുടെ പരിസരങ്ങളിലും മറ്റുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു മോചനം കിട്ടിയത്, നിരന്തരം പ്രശ്നങ്ങളായിരുന്നു, ഒരു മോചനം കിട്ടിയിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് വിശ്വാസികൾക്ക് കടന്നു ചെല്ലാൻ പറ്റിയത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു രത്നപ്പിന്റെ ചർച്ച മൂലമായിരുന്നു. ഞാൻ നീട്ടി പറയുന്നില്ല.
ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചർച്ചയ്ക്ക് വിളിച്ചു. നിരന്തരം അക്രമങ്ങൾ. മസ്ജിദുൽ അഖ്സയിലേക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ കയറുമ്പോഴേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ചർച്ചയ്ക്ക് പോയി. ചർച്ച നടന്നത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചായിരുന്നു. ദുഹ്ർ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചു. ചർച്ച നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ പള്ളിന്റെ അധികാരിയായ ഏറ്റവും മുതിർന്ന ആള് വന്നിട്ട് പറഞ്ഞത് അവിടെ നിസ്കരിക്കാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ അവിടെ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ പുറത്ത് സ്ഥലം കാണിച്ചു കൊടുത്തു. ഉള്ളിൽ നിസ്കരിക്കേണ്ട ചർച്ച് പുറത്ത് നിസ്കരിക്കാന്ന്. അല്ല, ഞാൻ ഇവിടെ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പുറത്തുള്ള പൊതുസ്ഥലത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ആർക്കും ഉടമസ്ഥതയില്ലാത്തൊരു പൊതുസ്ഥലമുണ്ട്, ആ സ്ഥലത്ത് വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. ഇന്ന് നമുക്ക് പോയാൽ അവിടെ ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു പള്ളി കാണാൻ കഴിയും. ചർച്ച നടന്നത് ബെത്ലഹേമിലെ ചർച്ചിൽ വെച്ചാണ്. ആ ചർച്ചയിലാണ് വിശ്വാസികൾക്ക് വലിയ രജ്ഞിപ്പും പ്രവേശനവും മസ്ജിദുൽ അഖ്സയിലേക്ക് തടസ്സങ്ങളില്ലാത്ത പ്രവേശനവും കിട്ടിയത്. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്കുള്ള വിജയം എന്ന് ഈ പറയുന്ന ഖുർആൻ മുഫസ്സിറുകൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവോടെയും മസീഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവോടെയും നടക്കാനുള്ളതാണ്. അതിനു മുമ്പ് ഒരുപാട് ഫിത്നകളും ഫസാദുകളും ഇവരെ ഭാഗത്തു നിന്ന് ഇനിയും ലോകത്തുണ്ടാകും എന്നതാകുമ്പോൾ ഒരു പ്രവചനത്തിലേക്കാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് എന്നാണ് ആ പക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. അല്ല, മറ്റൊരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ബനൂ ഇസ്രായേലിൽ തന്നെ നടന്ന രണ്ട് കുഴപ്പങ്ങളുണ്ട്, ചെറിയല്ല വലിയ രണ്ട് കുഴപ്പങ്ങൾ. അതിന്റെ പേരിൽ മഹാന്മാരായ നബിമാരെ അവർ വധിക്കുകയും ആ വധത്തിന്റെ പിന്നിൽ അല്ലാഹു തആല രണ്ട് നാശങ്ങൾ അവരിൽ ഉണ്ടാക്കുകയും ചെയ്തു. ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ പറയുന്നത്, നേരത്തെ ബനൂ ഇസ്രായേലുകാരിൽ ഒരുപാട് ദോഷങ്ങളും തിന്മകളൊക്കെ വർദ്ധിച്ച സമയത്ത് അല്ലാഹു തആല അത്രയും തിന്മകൾ ഇവർ പെരുപ്പിച്ചുണ്ടാക്കിയിട്ടും അല്ലാഹു വല്ല റഹ്മാൻ റഹീമാണ്, അവരോട് വിട്ടുവീഴ്ച ചെയ്ത് അവർക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരിലേക്ക് അല്ലാഹു തആല ഇറക്കിയ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് രാജഭരണം എന്ന്. അവർക്കൊന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തൊരു രാജാവായിരുന്നു സിദ്ദീഖ എന്ന് പറയുന്ന രാജാവ്. സിദ്ദീഖാന്നും സ്വദീഖാന്നൊക്കെ വ്യത്യസ്ത ഇബാറത്തുകൾ കാണാം. പക്ഷെ ഏത് രാജാക്കന്മാരെ അല്ലാഹു തആല അയച്ചാലും അള്ളാഹുവിനൊരു പതിവുണ്ട്, കൂടെ ഒരു നബിയെയും അല്ലാഹു തആല അയക്കും. ബനി ഇസ്രായേൽ ഒരു രാജാവ് ഉണ്ടാകും, ഇപ്പുറത്തെ ഒരു നബി ഉണ്ടാകും. ഈ നബിയുടെ നിർദ്ദേശം അനുസരിച്ച് രാജാവ് അങ്ങനെ ഭരിക്കും. അങ്ങനെയാണ് ഈ നബി പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങൾ ആ രാജാവിനും അനുയായികൾക്കൊക്കെ ബാധകമാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല ആ രാജാവിന്റെ കാലത്ത് നിയോഗിച്ച നബിയാണ് ബഹുമാനപ്പെട്ട ശഅയ്യാ അലൈഹിസ്സലാം. ശഅയ്യാ ഇബ്നു അംളയ, ശഅയ്യാ നബി. നമ്മൾക്ക് പലർക്കും പരിചയം ഉണ്ടാകും. ഈ സ്വലാത്തിന്റെ ഇടയിൽ, വെള്ളിയാഴ്ചന്റെ സ്വലാത്തിന്റെ ഇടയിലൊക്കെ കാണാം അബിൽ അസ്മാഇല്ലത്തി ദഅക ബിഹാ ശഅയ്യാ അലൈഹിസ്സലാം, ശഅയ്യാ നബി. ആ ഇടയിലെ പേര് കാണാം. അങ്ങനെയുള്ള നബിമാരിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ശഅയ്യാ അലൈഹിസ്സലാം. സക്കരിയ നബിയും യഹ്യാ നബിയും ഒക്കെ വരുന്നതിന്റെ മുമ്പാണ് ഈ ശഅയ്യാ അലൈഹിസ്സലാം വന്നത്. ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ശഅയ്യാ നബി നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്, ഹുക്മുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ വീണ്ടും അവർക്കിടയിൽ കുറ്റകൃത്യങ്ങളും ദോഷങ്ങളൊക്കെ പെരുകിയപ്പോ അല്ലാഹു തആല അവർക്ക് ദോഷങ്ങളിൽ മുഴുകിയിട്ട്, കുഴപ്പങ്ങളിൽ മുഴുകിയിട്ട് ജീവിക്കുമ്പോ അവർക്കെതിരെ ബാബിലോണിൽ നിന്ന് ഒരു രാജാവിനെ അല്ലാഹു തആല അയക്കുകയാണ്. ആ രാജാവിന്റെ കൂടെ 6 ലക്ഷം ആളുകളുണ്ട്. സൻഹാരീബ് എന്ന് പേരുള്ള രാജാവ്. ആ രാജാവും 6 ലക്ഷം ആളുകളും വന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്ത് ഇറങ്ങി. അന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് നമ്മൾ നേരത്തെ പറഞ്ഞ സിദ്ദീഖയാണ്. ആ രാജാവിന് കാലിൽ ഒരു മുറിവ് പറ്റിയിട്ട് നല്ല വേദനയുള്ള രോഗം വന്നിട്ടുണ്ട്.
അപ്പൊ ഷായാ നബി വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഓ സിദ്ദീഖ എന്ന രാജാവേ, ബനൂ ഇസ്രായേലിന്റെ രാജാവാണ്, സൻഹാരീബും സൈന്യവും ഇവിടെ പരിസരത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട്, എന്താ ചെയ്യാ? ബാബിലോണിൽ നിന്ന്, ബാബിലോൺ ഇറാഖിലെ ബാബിലോണിൽ നിന്ന് അവർ ഇങ്ങോട്ട് വരികയാണ്. എന്താ സൻഹാരിബിന്റെയും കൂട്ടം ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ബനൂ ഇസ്രായേൽക്കാരെ ഒന്ന് പേടിപ്പിച്ച് ഒന്ന് നിർത്തുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ആവശ്യത്തിന് ഇവരിങ്ങനെ കൊടുക്കണം. അതിന് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചില പൊട്ടിക്കലൊക്കെ പൊട്ടിക്കുന്നത് അതേ മോഡൽ. ഞങ്ങളെടുത്തുണ്ട് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ചില അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് രണ്ട് ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കും. അപ്പൊ അത്യാവശ്യ ആയുധങ്ങൾ ഞങ്ങളെടുത്തുണ്ട് മറ്റുള്ളവർക്ക് തിരിഞ്ഞോട്ടെ എഴുതിയിട്ട് ഇതേപോലെ ഈ സൈന്യങ്ങളെയും കൂട്ടി പോകുന്ന ബനൂ ഇസ്രായേൽക്കാരൊന്ന് പേടിപ്പിച്ചു നിർത്തണം. എന്നിട്ട് രാജാവ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരിങ്ങോട്ട് കൊടുക്കണം. സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ളവരാണ് ബനൂ ഇസ്രായേൽക്കാർ. അപ്പൊ അതിനു വേണ്ടി ബാബിലോണിലെ സൻഹാരീബും കൂട്ടരും ബൈത്തുൽ മഖ്ദിസിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് വാർത്ത കേട്ടപ്പോ ബനൂ ഇസ്രായേലിലെ രാജാവായ സിദ്ദീഖയോട് വന്നിട്ട് ഷായാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ രാജാവ് ചോദിച്ചു, അള്ളാന്റെ വല്ല വഹിയും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. നബി പോയിട്ട് പറഞ്ഞു, ഷായാ നബി, ഒരു വഹിയും ഇതുവരെ വന്നിട്ടില്ല, വഹി വന്നാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അങ്ങനെ ഈ ഒരു പേടിയിൽ ജനങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോ ഷായാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു വഹി കൊടുത്തു, ഇന്ന് ബനൂ ഇസ്രായേലിലെ രാജാവിനോട് നിങ്ങൾ പോയിട്ട് പറയണം, വസിയ്യത്തൊക്കെ എഴുതി വെക്കാൻ വേണ്ടി പറയണം, അധികാരത്തിൽ വേറൊരാളെ പകരമാക്കാൻ വേണ്ടി പറയണം, കുറച്ചു കഴിഞ്ഞാൽ മരണം വരാൻ പോവുകയാണ്. ഒരു മുന്നറിയിപ്പ് അങ്ങനെ കിട്ടിയാൽ നല്ല സുഖാണല്ലോ. മരണത്തിന്റെ മുന്നിൽ ഒരു മുന്നറിയിപ്പ് കിട്ടിയാൽ നല്ല സുഖമാണ്. ഒരാൾ വന്നിട്ട് പിന്നെ ഒരു മലക്ക് വന്നിട്ട് നിങ്ങൾ അടുത്ത കൊല്ലം മരിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര സുഖമുണ്ട്. ഞങ്ങൾക്ക് ഹക്കടപാടുകൾ കൂട്ടാം, എന്തെങ്കിലുമൊക്കെ നിർബന്ധങ്ങളും കാര്യങ്ങളൊക്കെ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ മാർഗങ്ങളൊക്കെ അന്വേഷിക്കാം. ഇനി ഒന്നുമില്ല, ഒരാഴ്ച മുമ്പ് എന്ന് പറഞ്ഞാലൊന്ന് എഴുതി വെക്കാലോ. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ വിവരങ്ങളില്ലല്ലോ. ഒരു തിരിച്ചറിവും കാര്യങ്ങളും ഉള്ളറിവും ഒക്കെ അല്ലാഹു തആല എപ്പോഴും നൽകുന്നുണ്ട്. അതുണ്ട്, അത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകും. കുറെ മഹാന്മാരുടെ ചിത്രങ്ങൾ അങ്ങനെ കാണാൻ കഴിയും. അവരത് പറഞ്ഞതും അങ്ങനെ ഉണ്ടായതും കാണാം. അത് അല്ലാഹു തആല അവരെ ഈമാന് കൊണ്ടും യഖീന് കൊണ്ടും അവരുടെ ക്ഷമ കൊണ്ടും ഇബാദത്ത് കൊണ്ടൊക്കെ അവർക്ക് നൽകുന്ന ഒരു ഉള്ളറിവാണ്. അതിപ്പോഴും ഉണ്ട്, പലർക്കും അങ്ങനെ സംഭവിക്കും. ഇരിക്കട്ടെ, ഇങ്ങനെ പോയി പറഞ്ഞപ്പോ രാജാവ് എന്താ ചെയ്തത്? അതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. നിങ്ങളൊരാളെ നിർദ്ദേശിക്കണം, നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, വസിയത്തൊക്കെ എഴുതി വെക്കണം എന്നാണ് ഷായാ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞത്. അപ്പൊ അത് അള്ളാന്റെ അടുത്ത് വന്ന വഹി. രാജാവ് സിദ്ദീഖ നേരെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കാരം തുടങ്ങി. മരിക്കാൻ വേണ്ടി പോവാന്നാണ്, ബേജാറായിട്ട് കാര്യമില്ല, അള്ളാഹുവിലേക്കല്ലേ പോകുന്നത്. ഇനി അള്ളാഹുവിലേക്കുള്ള പോക്ക് എപ്പോഴും വരാലോ, മരിക്കുന്നല്ലേ കേട്ടത്. അപ്പൊ ഇനി അള്ളാഹുവിലേക്കുള്ള വിനയവുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടെ. ഇഖ്ലാസുള്ള ഖൽബുമായി റബ്ബിനോട് വിനയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ നിസ്കരിക്കുന്നു. ബനൂ ഇസ്രായേലിൽ നിസ്കാരമുണ്ട് 2 വക്ത്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, 2 വക്ത് കൊണ്ട് എല്ലാ സൗകര്യവും അല്ലാഹു തആല കൊടുത്തൊരു കൂട്ടരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, അതെന്നെ തേച്ചവർ നിസ്കരിക്കുന്നില്ല നബിയെ. എന്നിട്ടാണ് എന്റെ കൗമിന്റെ അത്ര ആരോഗ്യ ആയുസ്സില്ലാത്ത പാവങ്ങളായ നിങ്ങളെ കൗമിന് 50 വക്തായിട്ട് പോണത്? നടക്കൂലത്. ഞാൻ 2 വക്തായിട്ട് ചെന്ന ആളുകൾക്ക് എല്ലാ സൗകര്യവും സംവിധാനവും ഹൈറ്റും വെയിറ്റും ആയുസ്സും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല, ഓരോരുത്തർ ആയുസ്സും പറഞ്ഞു കേട്ടാൽ തന്നെ നമ്മൾ 5 or 10 ഉപ്പാപ്പന്മാരെ ഒരുമിച്ച് കൂട്ടേണ്ടി വരും. അത്രയും ആയുസ്സുകളാണ്. ആരോഗ്യം നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. ഈ രാജാവ് നേരെ ഖിബ്ലയിലേക്ക് നിന്ന് നിസ്കരിച്ച് ദുആർക്കാൻ തുടങ്ങി. അല്ലാഹു രാജാവിന്റെ ദുആ സ്വീകരിക്കുന്നു. ഷായാ നബിയിലേക്ക് അല്ലാഹു വഹി അറിയിക്കുന്നു, നിങ്ങൾ പോയി രാജാവിനോട്, സിദ്ദീഖ എന്ന രാജാവിനോട് പറയണം, റബ്ബ് ദുആക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. രാജാവിന്റെ അവധി 15 കൊല്ലം കൂടി അല്ലാഹു നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഇഖ്ലാസുള്ള പ്രവർത്തനത്തിന് അല്ലാഹു തആല കൊടുത്ത ഒരു സന്തോഷം. ദീർഘായുസ് കിട്ടാൻ ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞില്ലേ, ദീർഘായുസ് കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ആർക്കത് ആഗ്രഹമില്ലാതിരിക്കുക?
മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫല്യസിൽ റഹ്മ. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഭക്ഷണ വിശാലതയും ദാരിദ്ര്യമില്ലാത്ത നല്ല ജീവിതം. എപ്പോഴും കൊശിയൊന്നും ഉണ്ടാകില്ല, എന്നാലും റാഹത്തിൽ. പിന്നെ നീണ്ട കാലം ഇബാദത്ത് ചെയ്ത് ദീനി ഖിദ്മത്തൊക്കെ ചെയ്ത് പോകാനും ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബ ബന്ധം പുലർത്തട്ടെ. ഫല്യസിൽ റഹ്മ. ചെറിയ കാര്യമല്ല, വലിയ വിഷയം. വിള്ളല് വരും, ചേർത്തി കൊണ്ടുപോകണം. അനൈക്യങ്ങൾ വരും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ പേരിൽ. പക്ഷെ അതങ്ങനെ വിള്ളലാക്കി നിർത്താതെ യോജിപ്പിച്ചു കൊണ്ടുപോകണം. അറ്റുകിടക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബക്കാരെ കാണാത്ത പെരുന്നാൾ ഒരൊറ്റൊന്നില്ല. വിശേഷ ദിവസങ്ങളിൽ എത്ര വലിയ തിരക്കും കാര്യങ്ങളുണ്ട്. വിശേഷ ദിവസങ്ങളിലൊക്കെ കുടുംബക്കാർ, അടുത്ത കുടുംബക്കാരെ മാത്രമല്ല, അകന്ന കുടുംബക്കാരെ. ഹദീസിൽ കാണാമല്ലോ നമുക്ക്, ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകയിലെ ഒരു അമ്മായിയാണ്. ആ റൂട്ടിലൂടെ ഇങ്ങനെ തങ്ങൾ പോകുകയാണെങ്കിൽ വാഹനം ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ആ വീട്ടിൽ കയറും. ചിലപ്പോൾ അവിടെ നിന്ന് ഉറങ്ങും, വിശ്രമിക്കും. ഒന്ന് കയറി ഉറങ്ങാന്ന് പറഞ്ഞാൽ അതൊരു ബന്ധത്തിന്റെ പേരിലാണ്. ഇത് എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ അവിടെ ഒന്ന് കയറി ഭക്ഷണം കഴിച്ചു പോകും, ചിലപ്പോൾ ഒന്ന് കയറി വെള്ളം കുടിച്ചു പോകും. ആ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഓരോ വരവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുതലാക്കിയിട്ടുണ്ട്. ഞാനതിപ്പോ വിശദീകരിക്കല്ല. അപ്പൊ വകുപ്പിലുള്ള മുലകുടി ബന്ധത്തിൽ ഉള്ള സഹോദരിമാരെ പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പരിഗണിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ബന്ധങ്ങളുള്ള കെട്ടുറപ്പാട് ഒരു മനുഷ്യന്റെ ദീർഘായുസിന് ഏറ്റവും വലിയ സബബ്. ഇവിടെ നിങ്ങൾ നോക്കി, സിദ്ദീഖ എന്ന് പറയുന്ന രാജാവിന് അല്ലാഹു 15 കൊല്ലം കൂടി ഉണ്ട് ഇനി ബാക്കിയെന്ന് നബിയായ ഷഅയാ നബി അലൈഹി സ്വലാമിനോട് വഹി നൽകാൻ കാരണം ആ രാജാവിന്റെ സ്വലാഹിയത്താണ്. പിന്നെ നല്ല രാജാവാകുമ്പോ ആളുകളും ദ്വാരക്കുമല്ലോ, പഠിച്ചോനെ പെട്ടെന്ന് പിടിക്കല്ലേ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു നല്ല സേവനം ചെയ്യുന്ന രാജാവാകുമ്പോ ജനങ്ങളൊക്കെ കൽബിൽ താല്പര്യം ഉണ്ടാവും, ഈ രാജാവ് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. ജനസേവകനും നീതിമാനും വ്യക്തിത്വത്തിലുള്ള വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ ആളുകളൊക്കെ അങ്ങനെ ദ്വാരക്കും. സിദ്ദീഖ എന്ന് പറയുന്ന രാജാവ് ഈ സന്തോഷം കേട്ട് അല്ലാഹു തആല ഈ വിഷയത്തിന് മാത്രമല്ല രാജാവ് ദ്വാരുന്നത്. പടച്ചോനെ, സൻഹാരിബ് എന്ന് പറയുന്ന ബാബിലുള്ള രാജാവ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ രാജാവിന്റെ അക്രമത്തിൽ നിന്ന് എന്നെയും എന്റെ സമൂഹത്തെയും നീ രക്ഷപ്പെടുത്തണം. ഇതൊക്കെ നിരന്തരം ദ്വാരുന്നിട്ടുണ്ട്. അപ്പൊ അവധി ഒരു 15 കൊല്ലം കൂടി ഉണ്ട് എന്നും ശത്രുവിൽ നിന്ന് അല്ലാഹു തആല രക്ഷ നൽകുമെന്നും വിവരം അറിയിച്ചപ്പോ ഷഅയാ നബി അലൈഹി സ്വലാം പോയി പറഞ്ഞപ്പോ ടെൻഷനൊക്കെ മാറി. വിവരം കേട്ട ഉടനെ തന്നെ വഖറ സാജിദൻ ശാക്കിറൻ ലില്ലാഹ്, ഒരു ശുക്രിന്റെ സുജൂദ് അങ്ങ് ചെയ്തു. അല്ലാഹുവിന് വിനയത്തോടെ ദുആ സ്വീകരിച്ചതിനുള്ള സന്തോഷം. ശുക്രിന്റെ സുജൂദ് ചെയ്തു. തല ഉയർത്തിയപ്പോൾ ഷഅയാ നബി അലൈഹി സ്വലാമിലേക്ക് ഒരു വഹയും കൂടി അല്ലാഹു തആല അറിയിച്ചു. നിങ്ങൾ രാജാവിനോട് പോയിട്ട് പറയണം, കാലിൽ മുറിവ് വന്നിട്ട് വേദന ഉണ്ടല്ലോ, അതിനൊരു ചികിത്സ പറഞ്ഞു തരാണ്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അല്ലാഹു തആല. എന്താണ്? അത്തിപ്പഴത്തിന്റെ നീര് കാലിൽ വേദനയുള്ളിടത്ത്, മുറിവുള്ളിടത്ത് പുരട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അത് വലിയ ഔഷധമാണ്. ഒരുപാട് വിഷയങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുന്ന ഒറ്റമൂലികളിൽപ്പെട്ടതാണ് അത്തിപ്പഴം. വത്തീനി വസ്സൈത്തൂൻ, ഒരു സൂറത്ത് തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. അത്തിമരവും അത്തിപ്പഴവും ജീവിതത്തിലെ ഒരുപാട് വിഷയങ്ങൾക്കുള്ള ഔഷധമാണ്. എണ്ണി പറഞ്ഞതാണ്. പല ആളുകളിലും കാണുന്ന രോഗമാണ് ബാസൂർ. അതിന് വലിയ ഔഷധമാണ് അത്തിപ്പഴം. പക്ഷെ ആളുകൾക്ക് അതിന് മോഡൽ കാണുമ്പോൾ അതൊരു സുഖമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയും.
അതിൻ്റെ രൂപഭാവം കാണുമ്പോൾ എന്താ ഇങ്ങനെ ചുക്കി ചുളുങ്ങിയിട്ട് വേണ്ടെന്ന് പറയും. പക്ഷെ നല്ല ഔഷധവീര്യമുള്ളതാണ്. പച്ചയായിട്ട് ഭക്ഷിക്കുകയാണെങ്കിലും അത് പാകമായിട്ട് ഭക്ഷിക്കുകയാണെങ്കിലൊക്കെ ഔഷധമുള്ളതാണ്. അതിൻ്റെ നീര് കാലിൽ ഒന്ന് പുരട്ടാൻ വേണ്ടി പറഞ്ഞു. ഉടനെ തന്നെ രോഗം മാറി. അങ്ങനെ ആ രാജാവ് സിദ്ദീഖ എന്ന് പറഞ്ഞ രാജാവ് ഷായാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ചോദിക്കണം, എന്തെങ്കിലൊക്കെ ഒരു വിവരം നമുക്ക് തരാൻ, നമ്മുടെ ശത്രുവിനെ അള്ളാഹു തആല എന്താണ് ചെയ്തത് എന്നൊരു വിവരം തരാൻ വേണ്ടി നിങ്ങളൊന്ന് ചോദിക്കണം. നബിയോട് വന്നിട്ട് രാജാവ് പറഞ്ഞു. അള്ളാഹു തആല ഷായാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, പേടിക്കേണ്ടതില്ല, നാളെ രാവിലെയാകുമ്പോൾ നിങ്ങൾക്ക് വാർത്ത കേൾക്കാം, എല്ലാവരും ചത്തൊടുങ്ങിയിട്ടുണ്ട്. സൻഹാരിബ് എന്ന് പറയുന്ന രാജാവിന്റെ കൂടെ വന്നത് 6 ലക്ഷം ആളുകളാണ്, കുറച്ചൊന്നുമല്ല. പിറ്റേന്ന് പോയി നോക്കുമ്പോ കിട്ടുന്ന വിവരം അങ്ങനെയാ. ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്ത് തമ്പടിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ചിന്നിച്ചിതറി മരണപ്പെട്ടു പോയിട്ടുണ്ട്. സൻഹാരീബും ഒരു 5 ആളുകളും മാത്രം ബാക്കിയുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ രാജാവ് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊന്ന് പിടിച്ചോണ്ടിരണം. സൻഹാരിബിനെയും രാജാവും ബാക്കിയുണ്ട്, ഒരു 5 ആളുകളും ബാക്കിയുണ്ട്. അവരെ തെരയാൻ വേണ്ടി ആളുകളെ വിട്ടു. അങ്ങനെ അവരെ തെരയാൻ വേണ്ടി പോയി. അങ്ങനെ രാജാവ് പുറപ്പെട്ടപ്പോ മരിച്ചവരെ കൂട്ടത്തിലൊക്കെ തെരഞ്ഞു നോക്കി, അവിടെയൊന്നും കാണാത്തത് കൊണ്ട് പിന്നെയും പിന്നെയും തെരഞ്ഞപ്പോ 5 ആളുകളെയും സൻഹാരിബിനെയും കിട്ടി. ആ 5 ആളുകളിൽ ഒരാളാണ് ബുഖ്ത് നസ്ർ എന്ന് പറയുന്ന ഒരാൾ. ഇവരൊക്കെ നല്ല ചങ്ങലയിൽ ബന്ധിപ്പിച്ച് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. രാജാവ് ചോദിച്ചു, ഞങ്ങളെ റബ്ബ് നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ സൈന്യത്തെ ഒന്നും ഒരുക്കി നിർത്തിയിട്ടില്ല, നിങ്ങളാണെങ്കിലോ ഞങ്ങളോട് മുന്നറിയിപ്പ് തരാതെയുമാണ് വന്നത്. സൻഹാരിബ് പറഞ്ഞു, നിങ്ങളെ റബ്ബ് നിങ്ങളെ സഹായിക്കും എന്ന വിവരം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പ് എൻ്റെ നാട്ടുകാർ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് കേൾക്കാതെയാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്റെ ബുദ്ധിക്കുറവ് മൂലം ഈ പരാജയത്തിൽ ഞാൻ വന്നു വീണു. രാജാവ് സൻഹാരിബിനോട് പറഞ്ഞു, റബ്ബ് നിന്നെ ബാക്കി വെച്ചത് നിന്നോടെന്തോ ബഹുമാനം ഉണ്ടായിട്ടാണെന്ന് നീ കരുതണ്ട. നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ബാക്കി വെച്ചത് ദുനിയാവിൽ വലിയ പരാജയവും ആഖിറത്തിൽ വലിയ ശിക്ഷയും ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. അതിനു പുറമെ നിങ്ങളെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ കാണുന്ന ആളുകളോടൊക്കെ നിങ്ങളെ അല്ലാഹു തആല ബാക്കി വെച്ചത് നിങ്ങളെ കൂടെയുള്ളവരെ വിവരം കൂടി പോയി പറഞ്ഞു കൊടുക്കാനാണ്. ഞങ്ങൾ ഏതായാലും ബാബിലോണിലേക്ക് പോകുന്നില്ല, നിങ്ങളെയും ഒരു 5 ആളെയും ബാക്കി വെച്ചത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്തായി നാട്ടുകാർ ചോദിക്കും. അപ്പൊ സംഭവങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതിനാണ് അല്ലാഹു തആല നിങ്ങളെ ബാക്കി വെച്ചത്. രാജാവ് അവരെ ശിക്ഷിച്ചെങ്കിലും സൻഹാരിബ് പറഞ്ഞു, ശിക്ഷാമുറകൾ ഇങ്ങനെ തുടർന്നപ്പോ സൻഹാരിബ് പറഞ്ഞു, അൽ ഖത്ലു ഖൈറും മിമ്മാ തഫഅൽ, നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് ഞങ്ങളെ കൊല്ലലാ നല്ലത്. ഞാനതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അവരെ തടവിലിട്ടാലും ഒരു ചെറിയ 2 റൊട്ടി കൊടുക്കും. കാരണം ഇവര് ബൈത്തുൽ മഖ്ദിസിലെ ആൾക്കാരെയും പരിസരത്തുള്ള ആൾക്കാരെയൊക്കെ തുരത്താനും ആക്രമിക്കാനും വന്നതല്ലേ. ഭക്ഷണമൊന്നും കൊടുക്കാതെയല്ല, ചുരുങ്ങിയ ഭക്ഷണം കൊടുക്കും, അവർക്കത് മതിയാകൂല. ഇതിനേക്കാളും നല്ലത് ഞങ്ങളെ കൊന്നുകളയലാണെന്ന് പറഞ്ഞപ്പോ ഷായാ നബിയോട് അല്ലാഹു തആല വഹി അറിയിച്ചിട്ട് പറഞ്ഞു, സൻഹാരിബിനെയും കൂടെയുള്ളവരെയും കെട്ടയിച്ചു വിടാൻ വേണ്ടി പറഞ്ഞു. രാജാവിനോട് പറയണം അവർ പോയിക്കോട്ടെ. അങ്ങനെ അവർ പോയി, അവർ പുറപ്പെട്ടു. ബാബിലോണിലെത്തിയപ്പോ നാട്ടുകാരോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ ജനത പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ പോകണ്ട. ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തുള്ള ആളുകൾ അല്ലാഹു തആല അവരെ റബ്ബ് അവരെ സഹായിക്കും, നിങ്ങളോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ. സൻഹാരിബ് എന്ന് പറയുന്ന രാജാവ് മുസ്ലിമല്ല. ഈ സിദ്ദീഖ എന്ന് പറയുന്ന രാജാവിനെ പോലെ ആത്മാർത്ഥതയുള്ള, അള്ളാഹുവിൽ ചിന്തയുള്ള, വിശ്വാസമുള്ള ആളല്ല. ആ സൻഹാരിബിനോട് പറഞ്ഞു നിങ്ങളോട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ പോയത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് പേടിപ്പെടുത്താൻ വേണ്ടി പോയതാ. പക്ഷെ കിട്ടിയത് മുഴുവൻ നമുക്കായിപ്പോയി. കിട്ടിയത് മുഴുവൻ നമുക്കായിപ്പോയി. ഇത് ബനു ഇസ്രായേലിലെ നല്ല കാലായിരുന്നു.
നല്ല അവസ്ഥയാണ് ഇപ്പോൾ ബനൂ ഇസ്രായേൽ. കാരണം രാജാവിനെ കൊണ്ടും നബിയെ കൊണ്ടും ആ നാട്ടുകാർക്ക് മൊത്തം അല്ലാഹു തആല സഹായം നൽകി, ശത്രുവിൽ നിന്ന് രക്ഷ നൽകി. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ സൻഹാരീബ് മരണപ്പെട്ടു. പകരം ആ സ്ഥാനത്ത് രാജാവായി വരുന്നത് ബുഖ്ത് നസ്റാണ്. ആ 5 എണ്ണത്തിൽ ഒരാളാണ് ബുഖ്ത് നസ്ർ. അയാൾ ചില്ലറക്കാരനല്ല, നല്ല ബൂറും ഭാഷയുള്ള ആളാ. അങ്ങനെ ഈ രാജാവ്, മുൻ രാജാവ് ചെയ്ത അതേ നിലപാട്, ബാബിലിലെ രാജാവ് ചെയ്ത അതേ നിലപാട് ആവർത്തിക്കണമെന്ന ചിന്തയോടുകൂടെ ബുഖ്ത് നസ്ർ അങ്ങനെ ജീവിച്ചു. ബനൂ ഇസ്രായേൽക്കാരിൽ നിന്ന് അകന്ന് ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ അവരെ രാജാവ്, അഥവാ ബനൂ ഇസ്രായേലിലെ രാജാവായ സിദ്ദീഖ എന്ന് പറയുന്ന രാജാവ് മരണപ്പെട്ടുപോയി. അപ്പൊ രാജാധികാരത്തിന്റെ വിഷയത്തിൽ തർക്കം ഉടലെടുത്തു. ആരില്? ബനൂ ഇസ്രായേലിലെ തർക്കം ഉടലെടുത്തു. രാജാവിന്റെ സ്ഥാനം പലരും അവകാശവാദമായിട്ട് വന്നു. അവിടെ നബിയുണ്ട്, ഷയാ നബി അലൈഹി സ്വലാം ഉണ്ട്. ഷയാ നബി അലൈഹി സ്വലാം ജനങ്ങളെ വിലക്കി, സ്വീകരിച്ചില്ല. നിങ്ങൾ നോക്ക്, ജനങ്ങൾ സ്ഥാനമാനത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ്. ഷയാ നബിയോട് അല്ലാഹു തആല വഹി അറിയിച്ചു, നിങ്ങൾ ജനങ്ങളോട് പോയിട്ട് ശരിക്ക് ഞാൻ നിങ്ങളിലൂടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളോട് പറയണം. ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, യാ സമാഉ ഇസ്തമിഇ, ആകാശമേ നീ ശ്രദ്ധിക്കണം. വയാ അർളു അൻസിത്തി, ഭൂമി നീ ശരിക്ക് അടങ്ങി ശ്രവിക്കണം. ബനൂ ഇസ്രായേലിന്റെ വിഷയത്തിൽ അല്ലാഹു തആല ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹുവാണ് അവർക്ക് നിഅമത്ത് കൊടുത്തവരെ വളർത്തിയത്. ബഹുമാനം അല്ലാഹുവാണ് അവർക്ക് നൽകിയത്. മറ്റു ആളുകളെക്കാളും പല മഹത്വങ്ങളും അല്ലാഹുവാണ് അവർക്ക് നൽകിയത്. ഇപ്പോൾ ഈ ബനൂ ഇസ്രായേൽക്കാര് ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം, ബനൂ ഇസ്രായേലിൽ നല്ല വിശ്വാസികളല്ലേ, പക്ഷെ പിന്നെന്തേ നിങ്ങൾ തമ്മിൽ തല്ലുന്നൊരു സ്വഭാവം അത് നിങ്ങളിൽ വരാനുള്ള കാരണം, അത് അല്ലാഹു തആല നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ആ ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. എന്താണ് ഉദാഹരണം? അല്ലാഹുവിലേക്ക് പലപ്പോഴും പശുവിനെയും മറ്റുമൊക്കെ ബലിദാനം ചെയ്ത്, ആടിനെയൊക്കെ ബലിദാനം ചെയ്യുന്നു അവര്. അല്ലാഹു തആല എന്നോട് പറയാൻ പറഞ്ഞു, അല്ലാഹു തആലാക്ക് നിങ്ങള് മാംസം എത്തിക്കാൻ വേണ്ടിയല്ല ബലിദാനം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹു തആലാക്ക് അത് ഭക്ഷിക്കാനുമല്ല. ആ റബ്ബിലേക്ക് നിങ്ങളോട് ദാനം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞത് ആത്മീയതയുണ്ടാകാനാണ്, തഖ്വയുണ്ടാകാനാണ്. മറ്റു ശരീരങ്ങൾ ആക്രമിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ബനൂ ഇസ്രായേൽക്കാരെ നിങ്ങൾ രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിദ്ദീഖ എന്ന് പറയുന്ന രാജാവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ അർഹതയുള്ള ഏതെങ്കിലും ആളുകളെ കാണുമ്പോഴേക്ക് നിങ്ങൾ അവരെ കൊല്ലാനാ ശ്രമിക്കുന്നത്. പലരുടെയും വസ്ത്രങ്ങൾ രക്തക്കറ പുരണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി കുറെ ഭവനങ്ങൾ പള്ളിയാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. ആ പള്ളിയുടെ ഉൾഭാഗം നല്ല ശുദ്ധിയാണ്, പക്ഷെ ഇവരെ ഖൽബ് അപ്പോഴും മലിനമാണ്. പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാനൊക്കെ പറ്റും, നിസ്കരിക്കാൻ പോകുന്ന ഇവരെ ഖൽബ് മലിനമാണ്, നജസാണ്. അവര് പള്ളിയൊക്കെ വൃത്തിയാക്കുന്നു, ഭംഗിയാക്കുന്നു, പക്ഷേ അവരെ ബുദ്ധിയും സ്വഭാവവും മോശമാക്കുന്നു. എന്നിട്ട് അള്ളാഹു നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു, പള്ളി കെട്ടിയുണ്ടാക്കിയിട്ട് എന്താ കാര്യം? എനിക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കുന്നത് എന്തിനാണ്? അള്ളാഹ് പറയാൻ പറഞ്ഞതാണ്, ഞാൻ ആ പള്ളിയിൽ വന്ന് താമസിക്കുന്നില്ല. പള്ളി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ പുരോഗതി ലഭിക്കാനാണ്. എന്തിനാണ് നിങ്ങൾ പള്ളി ഭംഗിയാക്കുന്നത്? ഞാൻ ആ പള്ളിയിൽ ഒരു നിലക്കും കടന്നു വരുന്നില്ല. ഇന്നമാ ഉമിർതു ബിറഫ്ഇഹാ, പള്ളി ഉയർത്താനും അത് പൊക്കാനും കൽപ്പിക്കപ്പെട്ടത്. അല്ലാഹ് പറയാണ്, എന്നോട് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പള്ളി പൊക്കാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചത് സദാസമയവും എനിക്ക് തസ്ബീഹും ദിക്റും ഉണ്ടാകാനാണ്. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു, അല്ലാഹു പറയുന്നു, ഞങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ നമ്മളെ നോമ്പൊന്നും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ടില്ല. നിസ്കരിച്ചിട്ടുണ്ട്, നമ്മളെ നിസ്കാരം ഒരു പ്രകാശവും നമുക്ക് വരുത്തുന്നില്ല. സ്വതക്ക കൊടുത്തിട്ടുണ്ട്, നമ്മളെ സ്വതക്കകളൊന്നും വളരാൻ പോകുന്നില്ല. അതേ,
ചെറിയ ചെറിയ പക്ഷികളുടെ ശബ്ദം പോലെ, ചെറിയ തേങ്ങിക്കരച്ചിലിന്റെ ശബ്ദം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചെന്നായ്ക്കൾ കരയും പോലെ കരച്ചിൽ വന്നിട്ടുണ്ട്. കരഞ്ഞ് നമ്മൾ ദ്വാരുന്നിട്ടുണ്ട്. ഒറ്റ ദ്വായിനും ഉത്തരം കിട്ടുന്നില്ല. അല്ലാഹു തആല പറഞ്ഞു, ചോദിക്കൂ നബിയെ അവരോട്, എന്തേ ദുആഇന്റെ ഉത്തരം ഞാൻ തടഞ്ഞു വെച്ചത്? ചോദിക്കുന്ന ആൾക്കാരെ ചോദ്യം എനിക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. അതേ, എന്നോട് പലതും എന്നിലേക്ക് നോക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന ആളുകളെ കാണാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. ഞാൻ അർഹമുർ റഹീമീനല്ലേ, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ. അല്ലാഹു പറയുന്നു, ഫകൈഫ അർഫഉ സിയാമഹും, അവരെ നോമ്പ് ഞാൻ എങ്ങനെ എന്നിലേക്ക് ഉയർത്തും? വഹും യൽബസൂനഹു ബിഖൗലിസ്സൂർ, നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ മോശപ്പെട്ട വർത്തമാനം കൊണ്ട് അവരാ നോമ്പിനെ കുഴച്ചു മറിച്ചിട്ടുണ്ട്. നോമ്പിൽ അവര് വസ്ത്രം കൊടുത്ത് ധരിപ്പിച്ചത് ഏതാ? ഖൗലുസ്സൂർ, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്. ഇത് അന്നത്തെ ആൾക്കാരിലേക്ക് മാത്രമുള്ള കാര്യമല്ല, നമുക്കും ബാധകല്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മല്ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബഹു. മോശപ്പെട്ട വാക്കും മോശമായ പ്രവർത്തനവും ഒഴിവാക്കാൻ പറ്റാത്ത ആള് എന്തിനാ വെറുതെ പട്ടിണി കിടക്കുന്നത്? അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിന് അല്ലാഹു തആലാക്ക് ഒരു ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു തആലാക്ക് വല്ലതും കുറവുണ്ട് എന്നല്ല. പിന്നെയോ, ഈ പട്ടിണി കിടക്കുന്നത് വെറുതെ ആയി പോകും. അപ്പൊ നിങ്ങളെ നോമ്പ് ഒന്നും എന്നിലേക്ക് ഉയരാതിരിക്കാൻ കാരണം ആ നോമ്പിനെ നിങ്ങൾ പൊതച്ചു വെച്ചിരിക്കുന്നത് ഖൗലുസ്സൂർ കൊണ്ടാണ്, ദുഷിച്ച വാക്കുകൊണ്ടാണ്. അതേ, നോമ്പിന് നല്ല ശക്തി ഉണ്ടാകാൻ വേണ്ടി ഇവര് ഭക്ഷണം കഴിക്കുന്നതോ ബിതുഅമത്തിൽ ഹറാം, ഹറാമിന്റെ മുതൽ കൊണ്ടാണ്, ഭക്ഷണം കൊണ്ടാണ്. പിന്നെങ്ങനെ നോമ്പ് സ്വീകരിക്കാനാണ്? അവരുടെ നിസ്കാരം കൊണ്ട് എന്തേ അവർക്ക് ഞാൻ നൂറ് നൽകാത്തത്? വഖുലൂബുഹും സാഗിയത്തുൻ ഇലാ മൻ യുഹാരിബുനി വയുഹാദുനി. അല്ലാഹു പറയുന്നു, അവരെ മനസ്സ് എപ്പോഴും, അവരെ മനസ്സിലുള്ള സ്നേഹം എന്റെ ശത്രുക്കളോടാണ്. അവരെ മനസ്സിലുള്ള ഐക്യം എന്നെ എതിർക്കുന്ന ആളുകളോടാണ്. കാരണം അവരെ കൂടെ കൂടിയിട്ട് വല്ലതും കിട്ടുമെന്നാ നോക്കുന്നത്, ദുന്യാവിൽ വല്ലതും. വയന്തഹിക്കു മഹാരിമി, എന്റെ ബഹുമാനങ്ങൾ പിച്ചി ചീന്തിക്കളയുന്ന ആളുകളോടാണ് അവരെ കൽബിൽ സ്നേഹം. എന്താണ് അവർ കൊടുത്ത സ്വതക്കയൊന്നും ഞാൻ ഇങ്ങനെ വളർത്താത്തത്? അത് മറ്റുള്ളവരെ സമ്പത്താണ് അവർ സ്വതക്ക കൊടുക്കുന്നത്, പിന്നെ എങ്ങനെ വളർത്തുക? വഹും യതസദ്ദഖൂന ബി അംവാലി ഗൈരിഹിം, നേർക്ക് നേരെ അവനാന്റെ കൊടുത്തെങ്കിലല്ലേ മറ്റുള്ളവരുടേത്. അല്ലെങ്കിൽ ആർക്കും അവകാശമില്ലാത്തത്. പലിശ എന്ന് പറഞ്ഞാൽ ആർക്കും അവകാശമില്ലല്ലോ, അതാണ്. അല്ലെങ്കിൽ അപഹരിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും കിട്ടിയതാണ്, അതല്ലേ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂലി എനിക്ക് കൊടുക്കാനുള്ളത് ആർക്കാണ്? ആരിൽ നിന്നാണോ അത് വന്നത് അവർക്കല്ലേ കൂലി കൊടുക്കേണ്ടത്. അവരെ ദുആ ഞാനെങ്ങനെ സ്വീകരിക്കാനാണ്? വഇന്നമാ ഹുവ ഖൗലുൻ ബി അൽസിനതിഹിം, അവരെ ദുആ അവരെ നാവ് കൊണ്ടുള്ള ചില വാക്കുകൾ മാത്രമാണ്. ദുആഇന് നാവ് കൊണ്ടുള്ള വാക്ക് മാത്രം പോരാ. ഹുളൂറുൽ ഖൽബ്, മനസാന്നിധ്യം, അതുപോലെ തന്നെ ഇജാബത്തിന്റെ യഖീന്, ഉറപ്പ്. ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. കിട്ടോ എന്നുള്ള നിലക്കല്ല. കുട്ടികൾ മാമ്പഴ മരത്തിനെറിയും പോലെ പോയാലൊരു കല്ല് കിട്ടിയാലൊരു മാങ്ങ, അങ്ങനെയല്ല. നല്ല ദൃഢനിശ്ചയത്തോടെ ചോദിക്കും. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ സമയത്ത് ദ്വാരന എന്തൊക്കെ കിട്ടുന്ന ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാലോ? ഈ നിസ്കാരത്തിന്റെ ശേഷം ചോദിച്ചാൽ കിട്ടുന്ന് ഒരു വാതിൽ കേട്ടിട്ടുണ്ട്. കിട്ടിയാലോ? അങ്ങനെ നേർക്കണ്ട, അതിൽ കാര്യമൊന്നുമില്ല. എപ്പോൾ ദ്വാരക്കാണെങ്കിലും നല്ല ഉണർവോടെ ദ്വാരക്കണം. കുറേ ദ്വാരന്ന് ഉത്തരം കിട്ടാത്ത ഒരാള് മൂസാ നബി അലൈഹി സ്വലാമിനോട് പരാതി പറഞ്ഞു, ഞാൻ എത്ര ദ്വാരക്കുന്നു, അല്ലാഹു തആല ഇതുവരെ എനിക്ക് ഇജാബത്ത് തന്നിട്ടില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, പഠിച്ചോനെ അയാളൊരു പാവല്ലേ, എത്രയായി നിന്നോട് ചോദിക്കുന്നു, ഒരു ഉത്തരെങ്കിലും എനിക്ക് കൊടുത്തൂടെ? അല്ലാഹു തആല പറഞ്ഞു, എനിക്കൊരു പിഷ്കുമില്ല, പക്ഷെ നിങ്ങൾ അയാളോടൊന്ന് പറയണം, ഇനിയെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സൊന്ന് ഇങ്ങോട്ട് തിരിക്കാൻ പറയണം. നാവില് ഭാഷ മാത്രം പോരാ, മനസ്സൊന്ന് ഇങ്ങോട്ട് തിരിക്കാൻ പറയണം. ഉത്തരം ഞാനും കൊടുത്തോളാം.
ഉടനെ തന്നെ അയാൾ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചു ദുആയിരുന്നു, ഉടനെ ഉത്തരവും കിട്ടി. അങ്ങനെയാണല്ലോ ചില ദുആകളൊക്കെ കുറിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ദുആ അത് ശരിക്കും ഖൽബറിഞ്ഞിട്ടുള്ള ദുആയാണ്. അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ ഇജാബത്ത് നൽകട്ടെ. ദുആകൾക്ക് അങ്ങനെ വേണം. അല്ലാഹു തആല പറഞ്ഞു എങ്ങനെ ഇവരെ ദുആക്ക് ഉത്തരം ചെയ്യാനാണ്? അത് നാവുകളെ കൊണ്ടുള്ളൊരു വർത്തമാനം മാത്രമാണ്. വൽ ഫീലു മിൻ ദാലിക ബഈദ്, അതിനനുസരിച്ചുള്ള പ്രവർത്തനമൊന്നുമില്ല. അതുകൊണ്ട് ഉപദേശം കൊടുക്കുന്നത് ഷായാ നബി അലൈഹി സ്വലാം വാള് പറഞ്ഞു കൊടുക്കുന്നത് ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് അല്ലാഹു തആല പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നുബുവത്ത് ഞാൻ കൊടുക്കുന്നത് നല്ല ധൈര്യമുള്ള ആളുകളിലാണ്, അധികാരം രാജാധികാരം ഞാൻ കൊടുക്കുന്നത് ഭരിക്കാൻ കഴിവുള്ള ആൾക്കാരല്ല. ഇവരിപ്പോ അതാണ് തർക്കം, രാജാധികാരം കിട്ടാനാണല്ലോ. സിദ്ദീഖ എന്നുള്ള രാജാവ് മരിച്ചപ്പോഴേക്ക് അവർക്കിടയിൽ സംഘട്ടനങ്ങളാണ്. അത് ഭരിക്കാൻ കഴിവുള്ള ആളുകൾക്ക് കൊടുക്കും, നല്ല ആത്മാഭിമാനം കൊടുക്കും ഞാൻ. ആർക്കായിരിക്കും കൊടുക്കുക? പരമസാധുക്കൾക്ക്. അതില്ലത്തിൻ അലൽ മുഅ്മിനീന ഇസ്സത്തിൻ അലൽ കാഫിരീൻ, ഇസ്സത്ത് കൊടുക്കുന്നു. ഖുർആൻ പറഞ്ഞില്ലേ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. നല്ല ആത്മാഭിമാനം, മന്ദസ്. വൽ ഖുവ്വത്തു ഫിൽ ദുഅഫാ, ദുർബലിൽ നല്ല ഖുവ്വത്ത് കൊടുക്കും. ബദരീങ്ങളെ കണ്ടപ്പോൾ അബൂജഹൽ പറഞ്ഞില്ലേ അതൊരൊറ്റ ഊത്തിന് പോകാനേ ഉള്ളൂ. പക്ഷെ അവരെ ഖുവ്വത്ത് അങ്ങോട്ട് കണ്ടപ്പോ പറഞ്ഞു ഇതേ ഇത് ചെറുതൊന്നല്ല. അവരെ ഖുവ്വത്തിനെ സംബന്ധിച്ചല്ലേ ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത് ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റആ മിൻഹും ഫീ കുല്ലി മുസ്തദമി. ആ യോദ്ധാക്കളായ മഹാന്മാരവർ പർവ്വത സമാനരാണ്. പർവ്വതം പോലെ പതറാതെ നിൽക്കും നല്ല സ്ഥൈര്യത്തോടെ. എത്ര ആള് വന്നാലും ശരി ഒരനക്കം ഉണ്ടാകൂല. പ്രായമുള്ള ആളുകളാണ് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഒരു കുറവില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് അല്ലാഹു തആല കൊടുത്ത ഖുവ്വത്ത് എത്ര വലുതാണ്. ചെറിയ ശക്തിയൊന്നുമല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ബദറിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദ്യം ചോദിച്ചു തങ്ങൾക്കൊരു പന്തൽ ഉണ്ടായി കൊടുത്തു. അവിടെ മസ്ജിദുൽ അരീശ് എന്നൊരു പള്ളി കാണാം ഇപ്പോ, പന്തൽ. അപ്പൊ തങ്ങൾ ചോദിച്ചു ആരാണ് പന്തലിൽ കാവൽ നിൽക്കുക? ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു, ഒരുപാട് മഹത്തുക്കളില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ നിൽക്കാം. എങ്ങനെ നിൽക്കുന്നത്? എന്തെങ്കിലും ഉപകരണം ഉണ്ടോ? കയ്യിലൊന്നുമില്ല. നേരിടാൻ ആരെങ്കിലും വന്നാൽ നേരിടാൻ ആത്മധൈര്യമുണ്ട്. അതാണ് ദുർബലിലുള്ള ഖുവ്വത്ത്. കാണുമ്പോ ദുർബലരാണെങ്കിലും അവരുടെ ശക്തി അങ്ങനെയല്ല, അത് വേറൊന്നാണ്. കാണാൻ ചിലപ്പോ ഒന്നും തോന്നൂല, പക്ഷെ ശക്തി അങ്ങനെയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ ബദറിൽ ഇങ്ങനെ നിൽക്കുമ്പോ ശത്രുക്കൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മറിഞ്ഞു വീഴുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്റെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ, വലിയ വയസ്സൊന്നുമില്ല, ചെറുപ്പക്കാരാ, കുട്ടികളെ പ്രായം കൊണ്ട് കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ. രണ്ടാളും എന്നെ തോണ്ടി. ഞാൻ നോക്കുമ്പോ ഒന്ന് മുഅവ്വിദ്, മറ്റൊന്ന് മുആദ് റളിയല്ലാഹു അൻഹുമാ. അവരെന്നെ തോണ്ടിട്ട് ചോദിച്ചു ഈ അബൂജഹൽ എന്ന് പറഞ്ഞ ആൾ ആരാണ്? അങ്ങനെ കണ്ടുപരിചയമുള്ള മഹാനൊന്നുമല്ലല്ലോ, ആരാന്ന് ചോദിച്ചു. അപ്പോൾ കാണിച്ചു കൊടുത്തു, അതാ ആ നിൽക്കുന്ന ആളാണ്. മഹാനവറുകൾ പറഞ്ഞു ഈ കുട്ടികൾ എന്ത് ചെയ്യാനാണ്? പിന്നെ മഹാനവറുകൾ പറഞ്ഞു അവര് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാന ബൈനൽ ജബലൈനിൽ അദീമൈൻ, ഞാനിപ്പോ നിൽക്കുന്നത് ഒരു സാധാ കുന്നിന്റെ ഇടയിലല്ല, വലിയ മലയുടെ ഇടയിലാന്ന് മനസ്സിലായി. നല്ല ഖുവ്വത്തോടെ ആത്മധൈര്യത്തോടെ രണ്ടുപേരും മുന്നോട്ട് നീങ്ങി. ആ മുന്നോട്ട് നീങ്ങലോടെ അബൂജഹൽ അങ്ങ് വീണു. അള്ളാഹു കൊടുക്കുന്ന ഖുവ്വത്ത് എത്ര വലുതാണ്. അതുകൊണ്ട് ഷായാ നബി അലൈഹി സ്വലാം പ്രസംഗിക്കുന്നത് ഞാൻ ഖുവ്വത്ത് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഫിൽ ദുഅഫാഇ, ദുർബലിലാണ്. വൽ ഗിനാ ഫിൽ ഫുഖറാഇ, സാധുക്കളിൽ ഐശ്വര്യം കൊടുക്കും. വൽ ഇൽമ ഫിൽ ജഹലത്തി, അറിവില്ലാത്തവർക്ക് ഞാൻ അറിവ് കൊടുക്കും. വൽ ഹിൽമ, സഹനം കൊടുക്കും. ഫിൽ ഉമ്മിയീന, എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഫൈന്നി ബായിസുൻ നബിയൻ ഉമ്മിയൻ. ഷായാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേൽകാരോട് പറയാണ് ഞാനൊരു ഉമ്മിയായ നബി അയക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന സന്ദേശം ഉമ്മിയായ നബി, ലൈസ അജമിയൻ, ആ നബി അനർബിയല്ല,
അതേ ലൈസ ബിഫദ്ലിൻ വലാ ഖലീൽ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബനൂ ഇസ്രായീൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. പരുഷ സ്വഭാവമുള്ള ആളല്ല, ഒരിക്കലും ദുസ്വഭാവമുള്ള ആളല്ല. വലാ സ്വഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ അപശബ്ദം ഉണ്ടാക്കുന്ന നേതാവല്ല. വലാ മുതസയ്യിനിൻ ബിൽ ഫുഹ്ഷി, മോശമായ സ്വഭാവം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അലങ്കാരം സൃഷ്ടിക്കുന്ന ആളല്ല. അതേ പറ്റിക്കുന്നൊരു വർത്തമാനം പറയുന്ന ആളല്ല. എല്ലാ നല്ല സ്വഭാവവും ആ നബിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അജഅലു സക്കീനത ലിബാസഹു, നല്ല ശാന്തതയാണ് ആ നബിയുടെ വസ്ത്രം തന്നെ, സ്വഭാവം തന്നെ. വൽ അദ്ല സീറതഹു, നീതിയാണ് അവിടുത്തെ നടപടി. വൽ ഹഖ് ശരീഅതുഹു, സത്യമാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ. അവിടുത്തെ നേതൃ പദവി ആർക്കും പിൻപറ്റാൻ പറ്റുന്നതാണ്. വൽ ഇസ്ലാമു മില്ലതുഹു, ഇസ്ലാമാണ് അവിടുത്തെ മാർഗം. വ അഹ്മദു ഇസ്മുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തൗറയിലൂടെ പരിചയപ്പെടുത്തിയ നാമമായതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതേ ഇഞ്ചീലിലും അതേ നാമത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ദാ ബിഹി ബഅദൽ-ളലാല, വഴികെട്ട ജനത വഴികേടിലായി നിൽക്കുമ്പോ ആ വഴികേടിന് ശേഷം അവർക്ക് ആ നബിയെ കൊണ്ട് ഞാൻ ഹിദായത്ത് നൽകും. അജ്ഞതയ്ക്ക് ശേഷം ഇൽമു നൽകും. ആ നബിയെ കൊണ്ട് പരിചയമില്ലാത്തവർക്ക് വലിയ പേരും പ്രശസ്തിയും നൽകും. ഇല്ലായ്മയിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് വലിയ വർധനവ് കൊടുക്കും. അജ്മഉ ബിഹി ബഅദൽ ഫിർഖാ, ഭിന്നിപ്പിന് ശേഷം നല്ല ഐക്യം കൊടുക്കും. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് വിശ്രുതമായ കുടുംബം ഔസ് ഖസ്റജ്, ആ രണ്ട് കുടുംബത്തെ ഐക്യപ്പെടുത്തി. അവർക്ക് ഒറ്റ പേര് വെച്ചു, അൽ അൻസാർ എന്ന പേര് വെച്ചു. വലിയ ഐക്യമാണ് കൊടുത്തത്. ഭിന്നിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യത്തിലാകും. എത്ര കുടുംബങ്ങൾ, ആ കുടുംബത്തിലൊക്കെ സുൽഹിന്റെ ഐക്യത്തിന്റെ ചർച്ചക്ക് തങ്ങൾ പോയിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ ഐക്യത്തിന്റെ ചർച്ചക്ക് നിന്നിട്ടാണ് ളുഹുർ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം വരെ നബി തങ്ങൾക്ക് ഖളാ ആയത്. പിന്നെ ആ സുന്നത്ത് നിസ്കാരം അസറിന്റെ ശേഷം തങ്ങൾ നിർവഹിച്ചു. അപ്പൊ ആ ചർച്ചയ്ക്ക് എത്ര വലിയ പ്രാധാന്യം കൊടുത്തു. അതൊക്കെ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഒരുമയൊക്കെ കൊടുത്ത് വജഅൽതു ഉമ്മത വജഅലു ഉമ്മതഹു ഖൈറ ഉമ്മത്തിൽ ലിന്നാസ്, ആ നബിന്റെ ഉമ്മത്തിനെ ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും നല്ല ഉമ്മത്താക്കും. അല്ലാഹു ആ ഉമ്മത്തിൽ നമുക്കും ഇടം നൽകുമാറാകട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവര് നല്ലത് കൊണ്ട് കൽപ്പിക്കും. എന്റെ തൗഹീദ് കൊണ്ട് അവർ നടക്കും, എന്നെ കൊണ്ട് വിശ്വസിക്കും. യുസല്ലൂന ലി ഖിയാമൻ വ ഖുഊദൻ, എനിക്ക് വേണ്ടി അവർ ഇരുന്നും നിന്നും ഒക്കെ നിസ്കരിക്കും. നിങ്ങളെപ്പോലെ മടിയന്മാരാകൂല, റുക്കൂഉം സുജൂദൊക്കെ ചെയ്യും. എന്റെ മാർഗത്തിൽ അവർ സമരം നടത്തും. വയുഖ്രിജൂന മിൻ ദിയാരിഹിം വ അംവാലിഹിം, സ്വന്തം ഭവനത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് എന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ വേറെ രാജ്യത്തേക്ക് പുറപ്പെടും. സ്വഹാബത്ത് സമ്പത്തും സന്താനങ്ങളും നാടും വീടൊക്കെ ഉണ്ടായിട്ട് അള്ളാഹുവിന് വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. ഞാൻ അവർക്ക് തക്ബീറും തഹ്മീദൊക്കെ തോന്നിപ്പിക്കും. അവര് യാത്രയിലും നടത്തത്തിലും ഇരുത്തത്തിലും ഏത് സന്ദർഭത്തിലും അവര് എന്നെ ഓർക്കും. റഹ്ബാനും ബില്ലൈൽ, രാത്രി സമയത്ത് നോക്കിയാൽ അവർ നല്ല ആരാധനയിലാണ്. ഓരോരുത്തർക്ക് വ്യത്യസ്ത ആരാധനകളാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് രാത്രി സമയത്ത് ഖുർആൻ ഓതി നിസ്കരിക്കുന്ന ഇബാദത്തുണ്ട്. ചില രാത്രികളിലൊക്കെ കാരുണ്യ പ്രവർത്തനം എന്ന ഇബാദത്തുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ രാത്രി മുഴുവനും ഊരു ചുറ്റുന്ന വലിയ ഇബാദത്താണ്. കഷ്ടപ്പെടുന്നവരുണ്ടോ? ഭക്ഷണം കിട്ടാത്തവരുണ്ടോ? നൊമ്പര വേദന അനുഭവിച്ച് സഹായത്തിന് ആളില്ലാതെ കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടോ? അനാഥകൾ താമസിച്ച് ഭക്ഷണം തീർന്നുപോയവരുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്തവരുണ്ടോ? ചുറ്റി നോക്കി സഞ്ചരിച്ച് രാത്രി മുഴുവനും അവര് അള്ളാഹുവിന്റെ ഇബാദത്തിലാണ്. പകല് സമയത്ത് സജീവമായ ദീനീ പ്രവർത്തനത്തിലാണ്. രാവും പകലും ഒഴിവില്ല. അങ്ങനെ നടക്കുന്ന മഹാന്മാരാണ്. ദാലിക ഫദ്ലി ഊതീഹി മൻ നശാ. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു ഉമ്മത്ത്, അതെന്റെ ഔദാര്യമാണ്, ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ഈ വലിയ വഅദ് നടത്തിയ ബഹുമാനപ്പെട്ട ശഅയ അലൈഹിസ്സലാം ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ശഅയ നബി ആകോ അവിടെ രാജാവായി വരുന്നെന്ന്
ഈ വാദമൊക്കെ കേട്ടിട്ട്, ഈ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ നോക്കുക, അപ്പൊ എന്തൊരു മരവിച്ചു പോയി. അവരിൽ ഉണ്ടായിത്തീരുന്ന ആദ്യത്തെ ഫസാദ്, ഷഅയാ നബി അലൈഹിസ്സലാമിന്റെ പിന്നാലെ അവർ ഓടി, കൊല്ലാൻ വേണ്ടി ഓടി 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 മഹാനവറുകൾ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു മരം, ആ മരം മഹാനവറുകൾക്ക് അങ്ങ് പിളർന്നു കൊടുത്തു. മരത്തിന്റെ ഉള്ളിലേക്ക് ഷഅയാ നബി അലൈഹിസ്സലാം പ്രവേശിക്കുന്നു. അതിന്റെ നടുവിൽ അവര് വാള് വെക്കുന്നു. ഷഅയാ നബി അലൈഹിസ്സലാമിനെ അവര് നടുവിലായി മുറിക്കുന്നു. ചില റിപ്പോർട്ടിൽ കാണാം, മരത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ശൈത്താന് വസ്ത്രം ഇങ്ങനെ പതുക്കെ വലിച്ചിട്ടൊരു തുമ്പോടെ കാണിച്ചു കൊടുത്തു. ഇബ്ലീസേ, വസ്ത്രത്തിന്റെ ചെറിയൊരു തല കണ്ടാൽ ആള് ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഒരു ചെറിയ തുമ്പിന്റെ ഭാഗം പുറത്തേക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ ആ അടയാളം വെച്ചിട്ട് തെരഞ്ഞിട്ട് കാണാവുന്നപ്പോ, ആ ഇതാ തുണി കാണുന്നുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലുള്ള ആള് അങ്ങനെ നടുവിലുണ്ട് കീറി. എത്ര വലിയ ഫസാദ അവർ ചെയ്ത്. അങ്ങനെ അവർ ജീവിക്കുമ്പോ, നബിയെയും കൊന്നവർ ജീവിക്കുന്ന സമയത്ത് അവർക്ക് അല്ലാഹു തആല പിന്നെ പകരം കൊടുത്ത രാജാവ് നാശിഅത്ത് ബിനു അമ്മൂസ്. പെണ്ണല്ല, ആണാണ്. നാശിഅ നമ്മൾ കേൾക്കുമ്പോൾ തോന്നും പെണ്ണാണ്, പേരങ്ങനെ ആയതുകൊണ്ട്. പേരങ്ങനെയൊക്കെ ഉണ്ടാവും. നാശിഅത്ത് ബിനു അമ്മൂസ്. പിന്നെ അവരിൽ വന്ന നബിയാണ് ഷഅയാ നബിക്ക് ശേഷം അർമിയ അലൈഹിസ്സലാം. അർമിയ അലൈഹിസ്സലാം കിട്ടില്ലേ, അങ്ങനെ നബി അർമിയ നബി അലൈഹിസ്സലാം. പിന്നെയും ഇവരങ്ങനെ ദോഷങ്ങളൊക്കെ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിയപ്പോ അർമിയ നബിയിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു, നിങ്ങൾ ബനൂ ഇസ്രായേൽകാരോട് പോയിട്ട് ഞാൻ കൽപ്പിച്ച കൽപ്പനകളൊക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കണം. അവർക്ക് സഹിക്കാൻ പറ്റാത്ത വലിയ ഫിത്തിന വരാൻ പോകുന്നുണ്ട്. കാരണം അവരിപ്പോ ചെയ്തത് എന്താണ്? ഇത്രയും ഉപദേശിച്ചു കൊടുത്തൊരു നബിയെ ക്രൂരമായി അവർ കൊന്നുകളഞ്ഞു. ഉപദേശത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും അവരെ മനസ്സിലേറ്റിട്ടില്ല. അങ്ങനെ ഞാൻ അവരുടെ മേൽ ഒരു വലിയ ഫിത്തിന ഇറക്കാൻ പോവുകയാണ്. സഹനമുള്ള ആള് പരിഭ്രമിച്ചു പോകും. സ്വേച്ഛാധിപതിയായ ഒരു മനുഷ്യനെ ഞാൻ അവർക്ക് മേൽ അധികാരപ്പെടുത്തും. ആ മനുഷ്യന്റെ മനസ്സിൽ ഒട്ടും കാരുണ്യമുണ്ടാവുകയില്ല. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ബാബിലോണിലെ രാജാവായ ബുഖ്തിനസ്ർ 6 ലക്ഷം ആളുകളുമായിട്ട് പതാകയുമായിട്ട് അതാ വരുന്നു ബനി ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക്. നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവേശിച്ചു സൈന്യങ്ങളുമായിട്ട്. ബനൂ ഇസ്രായേൽക്കാരിൽ നിന്ന് കാണുന്നവരെ മുഴുവനും കൊന്നുകളഞ്ഞു. അവർക്ക് അല്ലാഹു തആല ഫസാദിന് കൊടുത്ത ശിക്ഷയാണ്. കുഴപ്പമുണ്ടാക്കിയപ്പോ അല്ലാഹു തആല പകരം കൊടുക്കുന്നത് തിരിച്ചടിക്കാൻ കഴിയാത്ത ശക്തന്മാരായ രാജാക്കന്മാരെ കൊണ്ടുള്ള പരീക്ഷണമാണ്. ബൈത്തുൽ മഖ്ദിസ് പോലും ഖറാബാക്കി പോയി. എത്ര വലിയ ഭവനമാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ആ ബൈത്തുൽ മഖ്ദിസിന് വലിയ മഹത്തല്ലേ? ഉണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം പണി കഴിപ്പിച്ച് ജിന്നുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വർണവും വെള്ളിയും രത്നവും മാണിക്യവും മുത്തും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് അതിന്റെ ചുമരും അതിന്റെ പല തിണ്ണകളൊക്കെ സ്വർണവും വെള്ളിയും കൊണ്ട് നിറച്ചതായിരുന്നു. മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മഖ്ദിസ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോ ബുഖ്തിനസ്റിന് തോന്നി, ഇതിങ്ങനെ ഇട്ട് പോയാൽ തിരക്കിടൽ ശരിയാവില്ല. അങ്ങനെ 1,70,000 ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടുന്നുള്ള മുത്തും വെള്ളിയും സ്വർണവും ഒക്കെ ബാബിലോൺ കയറ്റി. ബൈത്തുൽ മഖ്ദിസ് തന്നെ ഖറാബാക്കി കൊണ്ടുപോയി. ബനൂ ഇസ്രായേൽക്കാരായ ആളുകളെ, ആ ആളുകളിൽ നിന്ന് ഒരുപാട് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അവരെ അടിമകളാക്കിയിട്ട് വല്ലാതെ ക്രൂശിച്ചു. എത്ര വർഷം? 100 കൊല്ലം. ചെറിയ പരീക്ഷണമൊന്നുമല്ല. ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഫൈദാ ജാഅ വഅദു ഉലാഹുമാ ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ ഉലി ബഅസിൻ ശദീദ്. ആദ്യത്തെ ഫസാദ് ഉണ്ടാക്കിയാൽ
പ്രതിരോധിക്കാൻ കഴിയാത്ത നല്ല ശക്തിയുള്ള അടിമകളെ നിങ്ങളുടെ മേൽ നാം അയക്കും. നിങ്ങളെ വീട് അവർ തെരഞ്ഞു പിടിച്ച് പരിശോധിച്ച് വീടിൽ നിന്ന് തമ്പടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇറക്കിക്കൊണ്ടുപോകും. നിങ്ങളുടെ സർവ്വ സ്വത്തും സമ്പത്തും അവർ കീഴ്പ്പെടുത്തും. വകാന വഅദൻ മഫ്ഊലാ, ഇത് ചെറിയൊരു വാക്കല്ല, നിറവേറ്റപ്പെടുന്ന പ്രാവർത്തികമാക്കപ്പെടുന്ന ഒരു വാഗ്ദാനമാണിത്. അങ്ങനെ ബുഖ്തുനസ്ർ കൊണ്ടുപോയി. ബുഖ്തുനസ്ർ അങ്ങനെ തന്റെ അധികാരത്തിൽ ഈ പാവങ്ങളെങ്ങനെ അടിമപ്പണി എടുപ്പിച്ച് അവരെ സ്വത്തും സമ്പാദ്യമല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. എത്രയാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ജിന്നുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് കടലിലൊക്കെ 1-ാം നമ്പർ മുങ്ങാൻ പറ്റുന്ന നല്ല മുങ്ങൽ വിദഗ്ധന്മാര്, അവര് മുങ്ങിയാൽ എന്തെല്ലാം എടുക്കാൻ പറ്റും. അത്ര വൈദഗ്ധ്യമുള്ള മുങ്ങൽ വിദഗ്ധന്മാര് ഇപ്പൊ ഉപകരണം വെച്ച് വരെ മുങ്ങാൻ കഴിയും. എന്നിട്ടല്ലേ അവരൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ഈ പള്ളി, ഈ ബൈത്തുൽ മഖ്ദിസ് എന്ന പുണ്യഭവനം, അത് ശരിക്ക് തോല് കീച്ചതുപോലെയാക്കി. ബുഖ്തുനസ്ർ ചെറിയ ചെറിയ കാര്യം എന്നല്ല ഉണ്ടാക്കിയത്. അല്ലാഹു തആല ബുഖ്തുനസ്റിനെ കൊണ്ട് ഇവർക്ക് വരുത്തി വെച്ച് ചെറുതൊന്നുമല്ല. മാത്രമല്ല, ഈ ബുഖ്തുനസ്റിന് പഴയ കാലത്തൊരു വിരോധം ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞ സൻഹാരിബ് എന്ന രാജാവിന്റെ കൂടെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഈ ബുഖ്തുനസ്ർ. അന്നും ആ രാജാവിന്റെ കൂടെ വന്നിരുന്നത് 6 ലക്ഷം ആളുകളാണ്. ഇപ്പോഴും ബുഖ്തുനസ്റിന്റെ കൂടെ പോയത് ബുഖ്തുനസ്റിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അവിടെയുള്ള അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ബനി ഇസ്രായേലുകാർ ദോഷം ചെയ്ത്, തെമ്മാടിത്തരം ചെയ്ത്, അനാവശ്യങ്ങളിൽ മുഴുകി, കവർച്ചകൾ നടത്തി, ഹറാമുകൾ ഭക്ഷിച്ച്, നബിമാരുടെ വാദം സ്വീകരിക്കാതെ ആന്തോന്നികളായി ജീവിച്ച് ഷഅയാ നബി അലൈഹി ഇസ്ലാമിനെ വകവരുത്തിയപ്പോൾ കടുത്ത പരീക്ഷണമാണ് അല്ലാഹു തആല കൊടുത്തത്, ചെറുതല്ല. അങ്ങനെ ബുഖ്തുനസ്ർ ഇങ്ങനെ ജീവിക്കുമ്പോ, നീണ്ട ചരിത്രമാണ്, ഞാൻ ചുരുക്കട്ടെ. അയാളൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ അയാൾ പേടിച്ചു, പക്ഷെ പിന്നെ അത് മറന്നുപോയി. അതാണ് രസം. സ്വപ്നം കണ്ട് ഭീകര സ്വപ്നം, പേടിച്ചു പോയി. ഈ പേടിച്ച സ്വപ്നം എന്താണെന്ന് വ്യാഖ്യാനം പറയാൻ പറ്റുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഓർമ്മ വേണ്ടത്, മറന്നു. അയാള് ഈ ബനി ഇസ്രായേൽ ആളുകൾ കൂട്ടത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നവരില് നല്ലവരുണ്ട്, അമ്പിയാക്കളെ മക്കളുണ്ട്. അതിൽപ്പെട്ട 4 പേരെ, അതിൽപ്പെട്ട ഒരാളാണ് ദാനിയാൽ. ഈ ദാനിയാൽ നബിയാണ്. ദാനിയാൽ, അതുപോലെ ഹനാനിയ, അസാസിയ, മീശായിൽ എന്നൊക്കെ പറഞ്ഞ 4 പേരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എന്താന്ന് ചോദിച്ചു. ഞാൻ കണ്ടൊരു സ്വപ്നം എന്താണെന്ന് പറഞ്ഞു തരണം. അപ്പൊ എന്താന്ന് സ്വപ്നം നിങ്ങൾ പറയും, എനിക്ക് ഓർമ്മല്ല, അതല്ല നിങ്ങൾ വിളിച്ചത്. എന്നിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തി. ആ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ പേരടിയും തലയാണ് വെട്ടു തന്നു. അതുകൊണ്ട് വേഗം പറഞ്ഞു തരണം, അതാ നിങ്ങൾക്ക് നല്ലത്. അവര് പറയുന്ന ഞങ്ങൾക്ക് കുറച്ച് ടൈം തരണം. പുറത്തിറങ്ങിയവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോട് താണുകേണ അപേക്ഷിച്ച് അവർ പ്രാർത്ഥിച്ചു. അവർ മുഅ്മിനീങ്ങളാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെ. താണുകേണ് പ്രാർത്ഥിച്ചു. അപ്പോ അല്ലാഹു തആല ചോദിച്ച കാര്യം അവർക്ക് അറിയിച്ചു കൊടുത്തു. അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു നല്ലൊരു പ്രതിമയുടെ രൂപമല്ലേ കണ്ടത്? അതിന്റെ കാൽപാദവും അതിന്റെ തണ്ടൻ കാലുമൊക്കെ 1-ാം നമ്പർ മേടിയാൽ ശബ്ദം കേൾക്കുന്ന നല്ല കളിമണ്ണ് കൊണ്ട് നിർമ്മിതമായതല്ലേ? അതിന്റെ മുട്ടുംകാലും അതിന്റെ തൊടഭാഗവുമൊക്കെ ചെമ്പിനാലുള്ളതല്ലേ? അതിന്റെ പള്ള വെള്ളിയാലുള്ളതല്ലേ? നെഞ്ചിന്റെ ഭാഗം സ്വർണത്തിനാലല്ലേ? അതിന്റെ തലയും പെരടിയൊക്കെ ഇരുമ്പല്ലേ? ഇതല്ലേ നിങ്ങൾ കണ്ടെന്ന് വെച്ചു. ഉടനെ തന്നെ അയാൾ പറഞ്ഞു, സ്വദഖ്തും, നിങ്ങൾ സത്യം പറഞ്ഞു. കണ്ട സ്വപ്നതാണ്. ഇങ്ങനത്തെ ഒരു ജീവി ഇങ്ങനെ ഉണ്ടാവും. ഒക്കെ വ്യത്യസ്തതയുള്ള ജീവി. നിങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല അതിന്റെ മുകളിലേക്ക് ഒരു പാറക്കല്ലിനെങ്ങനെ ഇറക്കി വിട്ടിട്ട് അതിനെ പൊടിപൊടിയാക്കിയില്ലേന്ന് വെച്ചു. അതെ, പൊടിപൊടിയാക്കി. ആ പൊടിപൊടിയാകുന്ന രൂപമാണ് സത്യത്തിൽ ഈ കണ്ട സ്വപ്നം നിങ്ങൾ മറപ്പിച്ചത്. നിങ്ങൾ പേടിച്ചു പോയി. ഇതിങ്ങനെ പൊടിയായപ്പോ വലിയൊരു പാറക്കല്ല് വീണപ്പോ
പിന്നെ എന്താണ് കണ്ടത് എന്ന് എങ്ങനെ ഇത് പറയേണ്ടതെന്ന് മറന്നുപോയി. അതല്ലേ മറപ്പിച്ചു. ശരിയാന്നോ? സ്വതക്കത്തു, നിങ്ങൾ അത് പറഞ്ഞു, ശരിയാണോ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു, തേവീൽ എന്താണ് പറഞ്ഞത്, വ്യാഖ്യാനം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇന്നക ഉരീത മലിക്കൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവ് നിങ്ങൾക്ക് കാണിച്ചെന്ന അല്ലാഹു തആലയാണല്ലോ മലിക്കുൽ മുലൂക്ക്. രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ റബ്ബിന്റെ അധികാരമാണ് നിങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചത്. ചില രാജാക്കന്മാരെ നിങ്ങൾ കണ്ടത് എങ്ങനെ? അവര് രാജാധികാരത്തിൽ നല്ല നിർമ്മല സ്വഭാവത്തോടു കൂടെ പെരുമാറുന്നവരാണ്. നിങ്ങൾ കണ്ടതിൽ അതുണ്ട്. ചിലരോ നല്ല നിലക്ക് പെരുമാറുന്ന രാജാക്കന്മാരുണ്ട്. ചിലര് ഭരണത്തിൽ നല്ല കാർക്കശ്യം പുലർത്തുന്നവരാണ്. അപ്പോ നിങ്ങൾ ആദ്യം കണ്ടത് കളിമണ്ണ് കൊണ്ട് നിർമ്മിതമായി, മേടിയാൽ ശബ്ദം കേൾക്കുന്ന കളിമണ്ണ് കൊണ്ട് നിർമ്മിതമായതാണ്. ഏറ്റവും ദുർബലമായ രാജാവാണ്. അതിന്റെ മുകളിലാണ് നിങ്ങൾ ചെമ്പ് കണ്ടത്, മുട്ടുംകാലും മേലോട്ട്. അത് കുറച്ചുകൂടി ശക്തിയുള്ളതാണ്. ആ ചെമ്പിന് മുകളിൽ നിങ്ങൾ വെള്ളി കണ്ടു. വെള്ളി നല്ല സൗന്ദര്യമുള്ളതാണ്. വെള്ളിയുടെ മുകളിൽ സ്വർണം കണ്ടു. വെള്ളിയേക്കാളും സൗന്ദര്യമാണ് സ്വർണത്തിന്. പിന്നെ നിങ്ങൾ കണ്ടത് എന്താണ്? ഇരുമ്പ കണ്ടു. മേലോട്ട് കണ്ടത് ഇരുമ്പ. ആ ഇരുമ്പ് മുൽക്കുക്ക, നിങ്ങൾ അധികാരമാണ്. നിങ്ങളെ അധികാരം ഇപ്പൊ ഇരുമ്പ് മോഡലാണ്. നേരത്തെ പറഞ്ഞതിനേക്കാളും വളരെ കൗരവവും ശക്തിയുള്ളതാണ്. വസ്സഖ്റത്തുല്ലതി റഅയ്ത, നിങ്ങൾ കണ്ട പാറക്കല്ലില്ലേ, അത് അല്ലാഹു തആല മുകൾ ഭാഗത്ത് നിന്ന് ഒരു നബിയെ പറഞ്ഞയക്കുന്നുണ്ട്. അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ നബി വന്നാൽ നിങ്ങളുടെ അധികാരമൊക്കെ പൊടിപൊടിയായി പോകും. ഇപ്പൊ ഈ കോലക്കേടാക്കി കാണിച്ചു കൊടുത്തതൊക്കെ, വിവിധ കോലങ്ങളായി കൊടുത്തതൊക്കെ ഇയാളെ വിവിധ സ്വഭാവങ്ങളും രൂപങ്ങളുമാണ്. ഇയാളെ ഭരണത്തിന്റെ തുടക്കം, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇതേ ഒരു സ്വഭാവം അങ്ങനൊക്കെ ഉണ്ടായിരുന്നു ചില വിഷയങ്ങളിലൊക്കെ. പക്ഷെ അവസാനം തകർച്ചയാ വരാൻ പോകുന്നത്. ഇത് കേട്ടപ്പോ രാജാവ് ബുഖ്തുനസർ എന്ന രാജാവിന് ഭൂമിയിലുള്ള ആൾക്കാരുടെ മേലൊക്കെ എനിക്ക് അധികാരം ഉണ്ടായിട്ട് എന്നെ നശിപ്പിക്കാൻ മേൽഭാഗത്തുനിന്ന് ഇനി ഒരു തീരുമാനം കൊണ്ടൊരു നബിയെ പറഞ്ഞേക്കുന്നു. അപ്പൊ അനുയായികളോട് പറഞ്ഞു, ഖദ് മലക്തുൽ അർള, ഞാൻ ഭൂമിയിലെ രാജാവാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു കാര്യം തരണം. എന്താ കാരണം? ആകാശത്തിലേക്ക് എനിക്കൊന്ന് കയറി നോക്കാം. എന്തിന്? ആകാശത്തിന്റെയും അധികാരം കിട്ടുമോ നോക്കാൻ. ധിക്കാറാണിത്. എനിക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കണം, എന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ ഒന്ന് ഭരിക്കാൻ പറ്റുമോ നോക്കണം. അള്ളാഹു ആ ബുഖ്തുനസറിനെ നശിപ്പിച്ചത് എങ്ങനെയാണ്? ബുഖ്തുനസറിന്റെ ശരീരത്തിലേക്ക് ചെറിയൊരു കൊതുക്, ചെറിയൊരു പ്രാണിയെ അല്ലാഹു തആല വിട്ടു. ആ പ്രാണി മൂക്കിന്റെ ദോരത്തിലൂടെ അങ്ങ് കയറിപ്പോയി. തലച്ചോറിന്റെ ഏറ്റവും തുടക്ക ഭാഗത്ത് കടിച്ചു പിടിച്ചു. വേദന സഹിക്കാൻ കഴിയാതെ ബുഖ്തുനസർ കിടന്ന് പടഞ്ഞു. ഒരൊറ്റ സമയം പോലും ശാന്തത ലഭിച്ചിട്ടില്ല. ധിക്കാരത്തിന് അല്ലാഹു കൊടുക്കുന്ന മറുപടിയാണ്. ചെറിയൊരു അധികാരം അല്ലാഹു തആല കൊടുത്തപ്പോഴേക്ക് എന്തെല്ലാം ക്രൂരത കാണിച്ചു, ഏതെല്ലാം ആളുകളെ ആക്രമിച്ചു, എന്തെല്ലാം കൈക്കലാക്കി. ഭൂമിയിലുള്ളത് പോരാത്തത് കൊണ്ട് മുകൾ ഭാഗത്തും ആധിപത്യം വേണമെന്ന് ചിന്തിച്ചു. ധിക്കാരത്തിനൊരു കയ്യും കണക്കൂല്ലേ. അല്ലാഹു തആല ധിക്കാരികളെ നശിപ്പിക്കുന്നത് വലിയ ബോംബ് പൊട്ടിച്ചിട്ടല്ല. 1000 വരുന്ന അല്ലെങ്കിൽ അതിലപ്പുറം വരുന്ന ആനപ്പടയെ അല്ലാഹു നശിപ്പിച്ചത് ചെറിയ കല്ലുകളെ കൊണ്ടാണ്. ഒരു കയ്യിൽ പിടിച്ചാൽ ഒരു വിരലിലേക്ക് ചുരുട്ടാൻ മാത്രം വലുപ്പമില്ല കല്ലുകൾ. നേർക്ക് നേരെ പറഞ്ഞാൽ ചെറിയ വലുപ്പമുള്ള കല്ലുകളാണ്. അവരെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉപയോഗപ്പെടുത്തിയത്. അത് മനുഷ്യന്മാരെ കയ്യിലല്ല കൊടുത്തയച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അല്ലാഹു തആല അവരെ നശിപ്പിച്ചത് അബാബീൽ പക്ഷികളെ അയച്ചുകൊണ്ടാണ്. കൂട്ടം കൂട്ടം പക്ഷികളെ. ആ പക്ഷികളിലൂടെ അല്ലാഹു കൊടുത്തുവിടുന്നത് ചെറിയ കല്ലുകളെയാണ്. അത് അല്ലാഹുവിന്റെ ഒരു തീരുമാനം അങ്ങനെയാണ്. ഈ ചെറിയ പ്രാണി കയറിയിട്ട് അങ്ങ് കടിച്ചപ്പോ, തലച്ചോറിന്റെ ഭാഗത്ത്, മുർദാവിന്റെ ഭാഗത്ത് കടിച്ചപ്പോൾ അസഹ്യമായ വേദന വന്നു. അയാൾ അങ്ങ് മരണപ്പെട്ടു. മരിച്ചു കഴിഞ്ഞപ്പോ അവര് തല പൊളിച്ചു നോക്കി. തല പൊളിച്ചു നോക്കിയപ്പോൾ അതാ കാണുന്നു, തലച്ചോറിന്റെ തുടക്ക ഭാഗത്ത്
ആ പ്രാണി കടിച്ചു പിടിച്ചു നിൽക്കുന്നതായി കാണുന്നു. ബനീ ഇസ്രായേലുകാർ ഇപ്പോൾ അവിടെ തടവറയിലാണ്. ഇയാളെ കീഴില് ബാബിലോണിൽ ഇയാൾ മരിച്ചതോടുകൂടെ ശേഷിക്കുന്ന ബനീ ഇസ്രായേലുകാർ ഷാമിലേക്ക് തന്നെ പോയി. ഷാമിലാണല്ലോ ഫലസ്തീനുള്ളത്, ബൈത്തുൽ മഖ്ദിസ്. ഷാമിലേക്ക് പോയി. അവര് വർദ്ധിച്ചു. നേരത്തെ ഉള്ളതിനേക്കാളും അംഗവർദ്ധനവുണ്ടായി. പക്ഷേ അവർക്ക് ഇറക്കപ്പെട്ടു കൊടുത്തിരുന്ന തൗറാത്ത് അത് മുഴുവനും ചുട്ടുകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ആ ബന്ദികളെ കൂട്ടത്തിൽ ഉസൈർ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു ബാബിലോണിൽ. അദ്ദേഹം ഷാമിലേക്ക് മടങ്ങി പലയിടത്തും അന്വേഷിച്ചു. തൗറാത്തിന്റെ ഒരു കോപ്പി പോലും കിട്ടാനില്ല. കരിച്ചു കളഞ്ഞിട്ടുണ്ടുള്ളതൊക്കെ. ഷാമിലെത്തിയപ്പോൾ അയാൾ രാവും പകലും കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാരക്കുമ്പോ ഒരു മനുഷ്യന്റെ വേഷത്തിൽ ഒരു മലക്ക് വന്നിട്ട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നത് അല്ലാഹു തആല ദുന്യാവും ആഖിറവും നല്ല നിലക്ക് കൊണ്ടെടുക്കാൻ വേണ്ടി തന്ന ഒരു കിതാബുണ്ടായിരുന്നു, അത് കാണാത്തത് കൊണ്ട് കരയാണ്. പലയിടത്തും അന്വേഷിച്ചു, കിട്ടുന്നില്ല. അപ്പൊ ഈ വന്ന ആൾ ചോദിച്ചു, അത് മടക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ, എനിക്കത് മടക്കി കിട്ടണം, നല്ല നിലക്ക് ജീവിക്കണം. ഞാൻ ആ കിതാബ് അവലംബിച്ച് ജീവിക്കുന്ന ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാകുമല്ലോ, അങ്ങനത്തെ ഒരാൾ. എങ്കിൽ നീ പോയി കുളിച്ച് നല്ല വസ്ത്രം മാറ്റി നാളെ ഇതേ സ്ഥലത്ത് വന്ന് നിൽക്കണം. അങ്ങനെ അദ്ദേഹം കുളിച്ച് പറഞ്ഞ രൂപത്തിൽ അതേ സ്ഥലത്ത് വന്നു നിന്നു. പിറ്റത്തെ ദിവസം തൗറാത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മനസ്സിൽ തൗറാത്തിന്റെ ഏടുകളൊക്കെ രൂപപ്പെടുത്തി കൊടുത്തു. അയാൾ ബനീ ഇസ്രായേലിലേക്ക് മടങ്ങി തൗറാത്തിൽ വന്ന വിഷയങ്ങളൊക്കെ ഉള്ളതുപോലെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ബനൂ ഇസ്രായേലുകാർ നല്ല നിലക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ആശയങ്ങൾ കുറച്ചാളുകൾ കേട്ടെങ്കിലും അധികം ആളുകൾ വീണ്ടും തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും അമ്പിയാക്കളെ കളവാക്കുന്നതിലേക്കും കൊല്ലുന്നതിലേക്കുമാണ് അവർ നീങ്ങിയത്. അല്ലാഹു തആല അവരിലേക്ക് അവസാനം അയച്ച നബിമാരാണ് സക്കരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം. സക്കരിയ നബിയെയും യഹ്യ നബിയെയും അവർ കൊന്നുകളഞ്ഞു. ഈസ അലൈഹിസ്സലാമിനെ കൊല്ലാൻ ഉദ്ദേശിച്ചപ്പോഴേക്ക് അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞു. ആ യഹ്യ നബി അലൈഹിസ്സലാമിനെ കൊന്നത് ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു കാരണത്തിന്റെ പേരിലാണ്. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ബനീ ഇസ്രായേൽ. യഹ്യ നബിയോട് വലിയ ഇഷ്ടമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. പക്ഷെ ആ രാജാവിന് രണ്ട് റിപ്പോർട്ടുണ്ട്. ഒന്നെങ്കിൽ സ്വന്തം ഭാര്യയിൽ ജനിച്ച മകള്, അല്ലെങ്കിൽ സഹോദരന്റെ മകള്, ഏതൊരു മകളോടൊരു പ്രേമം തോന്നി, വല്ലാത്ത ഇഷ്ടം. അപ്പൊ യഹ്യ നബിയോട് ചോദിച്ചു, അതിനെ കെട്ടാൻ പറ്റുമോ? യഹ്യ നബി അലൈഹി സ്വലാമിനെ കെട്ടാൻ പറ്റൂല, കല്യാണം കഴിക്കാൻ പറ്റൂല എന്നാണ്. കല്യാണം കഴിക്കാൻ പറ്റൂല എന്നുള്ള വിവരം ഈ പെണ്ണിന്റെ ഉമ്മ അറിഞ്ഞു. ഈ കുട്ടിയെ രാജാവ് കല്യാണം കഴിക്കൂല. അപ്പൊ ആ പെൺകുട്ടിയുടെ ഉമ്മ ഒരു തന്ത്രം പ്രയോഗിച്ചു. യഹ്യ നബിയോടുള്ള വിരോധം കാരണം രാജാവ് ഇരിക്കുന്നിടത്ത് തന്റെ മകളെ നല്ല വസ്ത്രം ധരിപ്പിച്ച്, പട്ടുവസ്ത്രം ധരിപ്പിച്ച്, ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് പറഞ്ഞയച്ചു. രാജാവെങ്ങാനും നിന്റെ ശരീരത്തെ ആവശ്യപ്പെടുകയാണെങ്കിൽ രാജാവിനോട് നീ രാജാവിന് വേണ്ട മദ്യവും മറ്റൊക്കെ കുടിപ്പിച്ചിട്ട് രാജാവിനോട് ഒരു കാര്യം പറയണം, എനിക്കൊരാവശ്യമുണ്ട്, ആവശ്യം നിറവേറ്റി തന്നാൽ ഞാൻ എന്റെ ശരീരം തരാം. എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒരു തളിക കൊടുത്തിട്ട് ഈ തളികയിൽ യഹ്യ നബിന്റെ തല എടുത്തു കൊണ്ടുവരണം. അങ്ങനെ അതിന് പെർമിഷൻ കൊടുത്തു രാജാവ് ആ പെണ്ണിന്, യഹ്യ നബി അലൈഹിസ്സലാമിന്റെ തലയെടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഹദീത്തിൽ കാണാം, ലാ ഖൈറ ഫിദ് ദുനിയ, ദുനിയാവിലൊരു ഖൈറുമില്ല. കാരണം ഫൈന യഹ്യ ബിൻ സക്കരിയ ഖതലതുഹു ഇംറാത്തുൻ, ഒരു പെണ്ണാണ് യഹ്യ നബി അലൈഹിസ്സലാമിനെ വകവരുത്തിയത്. അല്ലാഹു തആല പിന്നീട് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ പിന്നീട് ഒരു രാജാവിനെ ബനീ ഇസ്രായേൽക്കാർക്ക് നൽകി. ആ രാജാവ് ബാബിലോണിലെ രാജാവാണ്, ഖർദൂഷ് എന്ന് പറയുന്ന രാജാവ്. ആ രാജാവ് ബൈത്തുൽ മഖ്ദിസിലേക്ക് വന്ന് ജനങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ദാനം ചെയ്യുന്ന, അതായത് അറുത്തുകൊണ്ട് ദാനം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം നോക്കുന്ന സമയത്ത് രക്തം ഇങ്ങനെ തിളച്ചു മറിയാണ് അവർ. ആളുകളോട് ചോദിച്ചു, എന്താ ഈ രക്തം ഇങ്ങനെ തിളച്ചു മറിയുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇത് ഞങ്ങൾ കുറെ മൃഗങ്ങൾ ഇവിടെ ബലിദാനം ചെയ്തത് കൊണ്ട്
അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചാൽ ഇങ്ങനെ തിളച്ചു മറിയില്ല. സ്വീകരിക്കാത്തത് കൊണ്ടുള്ള അടയാളാണ് തിളച്ചു മറിയാൻ. പഴയ കാലത്ത് അങ്ങനെ ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ട്. വനീമത്ത് സ്വത്തൊന്നും ആർക്കും എടുക്കാൻ പറ്റൂല. മുമ്പൊന്നും വനീമത്ത് സ്വത്ത് അള്ളാഹു ഹലാലാക്കി കൊടുത്തത് ഈ ഉമ്മത്തിന് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിനും മുമ്പുള്ള നബിമാർക്കൊന്നും ഹലാലല്ല. വനീമത്ത് സ്വത്തൊക്കെ മരുഭൂമിയിൽ ഇങ്ങനെ കൂട്ടിയിടും. മേൽഭാഗത്തുനിന്ന് ഒരു തീ വന്ന് അതങ്ങനെയാണ് കൊണ്ടുപോകും. എന്തെങ്കിലും അവിഹിതം നടന്നിട്ടുണ്ടെങ്കിൽ പൊക്കി വെച്ചതോ കട്ടുവെച്ചതോ ഉണ്ടെങ്കിൽ തീ ഇങ്ങനെ വന്ന് തൊടാതെ പോകും. അപ്പോൾ നേതൃത്വം നൽകിയ നേതാവിന് നബിക്കറിയും എന്തോ ആരോ കട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടുവന്നിടാൻ പറയും. കൊണ്ടുവന്നിടുമ്പോൾ വീണ്ടും തീ വരും, അതങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ പഴയ കാലത്തെ സ്വഭാവം. സ്വീകരിച്ചു എന്നുള്ളൊരു അടയാളം കൊടുക്കാണ്. അല്ല അള്ളാഹുത്തലാക്കി നിയമത്തൊക്കെ മേലോട്ട് കയറ്റിയിട്ട് ആവശ്യമൊന്നുമില്ല. സ്വീകരിച്ചു എന്നുള്ളൊരു അടയാളം കൊടുത്തതാണ്. അതേപോലെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള അടയാളാണ് രക്തം ഇങ്ങനെ തിളച്ചു മറിയാം. പിന്നെയും ചോദിച്ചു രാജാവ്, എന്താണ് നിങ്ങൾ പറഞ്ഞു തരണം, എന്താ വിഷയം എന്ന് ചോദിച്ചു. ഇവര് പറയുന്നില്ല. ഇത് സത്യത്തിൽ ഇവർ ചെയ്ത വലിയൊരു ഫസാദാണ്, വലിയൊരു കുഴപ്പമാണ്. എന്താന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഒന്നും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ എന്നോട് സത്യം പറയുന്നില്ലല്ലോ, എന്താ സത്യം പറയാത്തത്? സത്യം പറയാത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകളെ രാജാവ് പരീക്ഷിച്ചു, ഒരുപാട് ആളുകളെ ശിക്ഷിച്ചു. അവരെ പലരെയും രാജാവ് അറുത്തുകൊടുത്തു. പിന്നെ രാജാവ് പറഞ്ഞു, ബനി ഇസ്രായേൽക്കാരെ, നിങ്ങൾ എന്നോട് സത്യം പറയണം. നിങ്ങളിൽ നിന്നൊരു ആണിനെയും പെണ്ണിനെയും ഞാൻ ബാക്കി വെക്കൂല, എല്ലാത്തിനെയും കൊന്നുകളയും, സത്യം പറയണം. അപ്പോഴവര് പറഞ്ഞു, ഈ രക്തം തിളക്കുന്നത് അന്നഹു ദമു യഹ്യ ബിൻ സക്കരിയ അലൈഹിമസ്സലാം, യഹ്യാ നബിയുടെ രക്തമാണ്. അത് വേർതിരിവിന് വേണ്ടി അല്ലാഹു തആല കൊടുത്ത അടയാളാണ്. ഈ ഫസാദ് അവർ ചെയ്തിട്ടുണ്ട്. അൽ ആന സദ്ദഖ്തുമുനി, ഇപ്പോഴാണ് നിങ്ങൾ എന്നോട് സത്യം ചെയ്തത്. ഈ ഒരു വിഷയത്തിന് വേണ്ടി റബ്ബ് നിങ്ങളെ ശിക്ഷയെടുക്കും, റബ്ബ് നിങ്ങൾക്ക് പരീക്ഷണം തരും. മദീനത്തുൽ ഖുദ്സിന്റെ ബൈത്തുൽ മഖ്ദിസിന്റെ കവാടങ്ങളൊക്കെ അടച്ച് അവിടെയുള്ള ആളുകളെ സൈന്യങ്ങളൊക്കെ ചുറ്റുഭാഗത്തു നിർത്തിയിട്ട് ആ രാജാവ് പറഞ്ഞു, ഓ സക്കരിയ നബിയെ, എന്റെ റബ്ബും നിങ്ങളെ റബ്ബും നിങ്ങളെ ജനത ഈ ചെയ്ത വിഷയം ശരിക്കറിഞ്ഞിട്ടുണ്ട്, റബ്ബറിയാലോ. അതുകൊണ്ട് നിങ്ങൾ സമാധാനിക്കണം, റബ്ബിന്റെ സമ്മതത്തോടെ നിങ്ങളൊന്ന് അടങ്ങണം. ഞാൻ ഈ നിങ്ങൾക്ക് ക്രൂരത ചെയ്ത ഈ സമുദായത്തിൽ ഒറ്റ ഒന്നിനെയും ഞാൻ ബാക്കി വെക്കൂല. അതുകൊണ്ട് നിങ്ങൾ അടങ്ങണം, നിങ്ങൾ അടങ്ങണം, നിങ്ങളൊന്ന് അടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആ രക്തം തിളച്ചു മറിയുന്നത് അവിടെ നിന്നു. അദ്ദേഹം ബനി ഇസ്രായേൽക്കാരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നല്ല നിലക്ക് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ. അല്ല, ഇനിയും വഴിവിട്ട പ്രവർത്തനത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ഇനിയും വരാനുണ്ട്. ഈ രണ്ടാമത്തെ ഈ രാജാവിന്റെ അവർക്ക് വന്ന ഈ രാജാവിന്റെ നിർദ്ദേശം അവർ കേൾക്കാതെ നിന്നപ്പോ വീണ്ടും അവർ തെറ്റുകുറ്റങ്ങളിലേക്ക് പോയപ്പോ വീണ്ടും അല്ലാഹു തആല ആ രാജാവിനെ കൊണ്ട് അവർ വലിയ പരീക്ഷണം ഇറക്കി. ബനി ഇസ്രായേൽക്കാരായ വിശ്വാസികൾ വലിയ പരീക്ഷണം ഇറക്കി. ഇതാണ് രണ്ടാമത്തെ ഫസാദിന് തുടർന്ന് ഉണ്ടായ വലിയ ശിക്ഷ. എന്നിട്ട് റബ്ബ് പറയുന്നു, അസാ റബ്ബുക്കും അയ്യർഹമക്കും, റബ്ബ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്തേക്കും. റഹ്മത്ത് കൊണ്ട് വിവക്ഷ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഇമാം സുയൂത്തി തങ്ങൾ വിശദീകരിച്ചത് കാണും. നബി തങ്ങളെ വരവോടെ വലിയ റഹ്മത്ത് കിട്ടും. പക്ഷേ വജഅൽനാ ജഹന്നമ ലിൽ കാഫിരീന ഹസീറാ, ജഹന്നമിനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് കാഫിരീങ്ങൾക്കുള്ള തടവറയായിട്ടാണ്. ഹസീർ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം വെക്കും ഒരു പായ, എന്നാൽ അതിന് വേറൊരു അർത്ഥമുണ്ട്. ഹസീർ എന്ന് പറഞ്ഞാൽ ഹസുർ ഹുസുർ എന്നുള്ള വാക്കിന് ഇടുക്കമുള്ള സ്ഥലം. വലത്തോട്ടോ ഇടത്തോട്ടോ മുന്നോട്ടോ പുറകോട്ടോ തിരിയാൻ കഴിയാത്ത അത്രയും ഇടുങ്ങിയ അറകളാണ് നരകത്തിലെ ശിക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ബനി ഇസ്രായേൽക്കാർക്ക് നൽകിയ രണ്ട് ഫസാദുകളും വലിയ പാഠങ്ങളും പഠനങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. ചുരുങ്ങിയ രൂപത്തിലൊന്ന് വിശദീകരിച്ചതാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട നല്ല ഒരു വിഷയമാണ്, ചർച്ചയാണ്. നാളെ ഇസ്രാ സൂറത്ത് നമ്മോട് സംവദിക്കുന്നത്. പഠിക്കാനും പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.